صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് വിശ്വസിക്കൽ നിർബന്ധമാക്കിയ അർക്കാനുൽ ഈമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന 6 ഈമാൻ കാര്യങ്ങൾ, അത് ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കി ബുദ്ധി അംഗീകരിച്ചാൽ മാത്രം ഉറപ്പിക്കേണ്ട സംഗതികളല്ല. അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു തന്നതിനനുസരിച്ച് അത് വിശ്വസിക്കാൻ, അതാണ് ഈമാൻ കാര്യങ്ങൾ. അതിൽ 5-ാമത്തേത് നമ്മൾ പറഞ്ഞു, അൽ ഈമാനു ബിയൗമിൽ ഖിയാമ, അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ മരണത്തോടു കൂടി തുടങ്ങുന്ന സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവസാനിക്കുന്ന അതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും വിശ്വസിക്കൽ നിർബന്ധമാണ്. യൗമുൽ ഖിയാമ സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹുവിന്റെ കോടതി വരാനുണ്ട്. ആ കോടതിയിൽ മഖ്ലൂഖാത്തുകൾ മുഴുവനും ഹാജരാക്കപ്പെടും. ഇൻസും ജിന്നും പക്ഷിപറവാദികളും ജീവജാലങ്ങളും ജന്തുക്കളും മത്സ്യങ്ങളും എന്ന് വേണ്ട ചെറിയ അണുക്കൾ വരെ അവിടെ കൊണ്ടുവരപ്പെടും, എല്ലാം. പക്ഷെ മനുഷ്യനും ജിന്നും ഒഴികെയുള്ള ബാക്കി ജീവജാലങ്ങൾക്കൊന്നും ഹിസാബില്ല. പക്ഷെ നീതി നടപ്പിലാക്കപ്പെടും അവകൾക്കിടയിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പുള്ള ഒരാടിന്റെയും കൊമ്പില്ലാത്ത ഒരാടിന്റെയും ഉദാഹരണം പറഞ്ഞ് നമുക്കത് മനസ്സിലാക്കി തന്നു. ഇപ്പൊ കൊമ്പില്ലാത്ത ആടിന് അവിടെ കൊമ്പ് കൊടുത്തിട്ട് അന്ന് കുത്തിയതിന് പകരം കുത്തിക്കും, വേദനിപ്പിക്കും, എന്നിട്ട് പറയും കുനു തുറാബ, ശരി നിങ്ങളെ പരിപാടി കഴിഞ്ഞു, ഇനി മണ്ണായി പോയിക്കോളെ. അത് മനുഷ്യന്മാര് കാണും. ആ നീതി നടപ്പിലാക്കുന്നത് മനുഷ്യന്മാര് കാണും. ആ സമയത്താണ് മനുഷ്യൻ പറയുക, യാ ലൈതനി കുന്തു തുറാബ, ഞാനും ഇങ്ങനെ മണ്ണായി പോയെങ്കിൽ എത്ര നന്നായേനെ എന്നവിടെ മനുഷ്യൻ ആഗ്രഹിക്കും. പക്ഷെ ഇല്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിചാരണ പറയാനുണ്ട്. ഈ പറയുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും ആ സ്വഫിലുണ്ടാകും. ആ കാര്യം ഉറപ്പാണ്. ആദ്യം ഹിസാബിന് തൊട്ട് മുമ്പുള്ള പരിപാടി തൗസീഉൽ കുതുബ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കിതാബുകൾ വിതരണം ചെയ്യലാണ്. ഒന്നെങ്കിലും വലത്തെ കയ്യിലാണ് കൊടുക്കുക. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി, ആരുടെയെങ്കിലും വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടാൽ ഓൻ ജയിച്ചു. അല്ലെങ്കിൽ ഇടത്തെ കയ്യിലായിരിക്കും കൊടുക്കുക. അതുമല്ലെങ്കിൽ മുതുകിന്റെ പിറകിലൂടെ കൈ വളച്ചിട്ടായിരിക്കും കൊടുക്കുക. ഈ രണ്ടവസ്ഥയിലും ഓൻ തോറ്റവനാണ്, പരാജയപ്പെട്ടവനാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കിതാബുകൾ നൽകി അത് മാലോകരുടെ മുന്നിൽ വെച്ച് വായിപ്പിച്ചു. അവനവൻ ചെയ്ത തെറ്റുകളും നന്മയും അവിടെ പരസ്യമായി. അതിനുശേഷമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹിസാബിന് വേണ്ടിയുള്ള വരവുണ്ടാവുക. സൂറത്തുൽ ഫജ്റിൽ അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ ആ വരവിനെ സംബന്ധിച്ച്. മഹ്ശറിൽ ഭയാനകമായ അവസ്ഥയാണ്. കാരണം ഒരു ചാൺമോളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നുണ്ട്. ആളുകൾ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് അവർ വിയർപ്പിൽ മുങ്ങി നിൽക്കുകയാണ്. അംബിയാ മുർസലീങ്ങളാകുന്ന മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ആളുകൾ വരെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുണ്ട്, യാ റബ്ബി സല്ലിം, യാ റബ്ബി സല്ലിം, അള്ളാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തി തരണേ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഖലീലാണ്. ആ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം നരകത്തിൽ നിന്നൊരു കഴുത്ത് പുറത്തേക്ക് നീണ്ടുവരും. നമ്മൾ ഹദീസ് പറഞ്ഞതാണ്. ഇത് കാണുന്ന സമയം മുട്ടുകുത്തിയിട്ടങ്ങ് പോവും. മുട്ടുകുത്തി പ്രാർത്ഥിക്കാന്ന് പറയുന്നതൊക്കെയല്ലേ. മുട്ടുകുത്തിയിട്ട് പറയും യാ റബ്ബി സല്ലിം, അല്ലാഹു എന്നെ നീ കാത്തോളണേ. ആരാ പറയുന്നത്? ഖലീലുർ റഹ്മാൻ. എന്റെ നിങ്ങളൊക്കെ അവസ്ഥ എന്തായിരിക്കും? മഹ്ശറിൽ ഭയാനകമായ അവസ്ഥയാണ്, പേടിക്കുന്ന അവസ്ഥയാണ്. അന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം
നരകത്തിലേക്കെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ സ്വർഗം. രണ്ടിലേതിലേക്കായാലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടണം. അതായിരിക്കും ചിന്ത. അത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അംബിയാ മുർസലീങ്ങളെ ഓരോരുത്തരെയും പോയിട്ട് കാണുക. എന്തിന്? അള്ളാഹു ഒന്ന് വരാൻ വേണ്ടി, അള്ളാഹുവിനോട് ശുപാർശ പറയാൻ, എന്നിട്ട് ഹിസാബ് ചെയ്തിട്ട് ഈ പരിപാടി ഒന്ന് തീർന്നു കിട്ടാൻ. കാരണം നിൽക്കാൻ കഴിയുന്നില്ല. എത്ര വർഷം നിൽക്കേണ്ടി വരും? ദുനിയാവിലെ 50,000 കൊല്ലത്തിന്റെ അളവിലുള്ള ഒരു ദിവസം. അങ്ങനെ എത്ര കൊല്ലം അവിടെ നിൽക്കേണ്ടി വരുമെന്ന് അല്ലാഹു അഅലം, ഒരാൾക്കും അറിയില്ല. പക്ഷേ ഒരു മുഅ്മിനിന്, സത്യവിശ്വാസിക്ക്, മുവഹിദിന് ആ കോടിക്കണക്കിന് വരുന്ന വർഷങ്ങൾ ഒരു സെക്കൻഡ് പോലെയേ തോന്നുള്ളൂ. അത്ര എളുപ്പമാക്കി കൊടുക്കും റബ്ബ്. ഒരു കണ്ണടച്ച് തുറന്നാൽ കഴിഞ്ഞില്ലേ? കാരണം അത്ര ഈസി ആക്കി കൊടുക്കും. അത് ദുനിയാവിൽ ചെയ്ത നന്മയുടെ ഫലമാണ്. അതേ സമയത്ത് തെറ്റുകാർക്കോ ആ നൃത്തത്തിന്റെ വേദന ശരിക്കും അനുഭവിക്കും. അപ്പൊ അവർ ഓടുക ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത്. ആദം, നിങ്ങൾ മനുഷ്യ പിതാവാണല്ലോ, സ്വർഗത്തിൽ നിന്ന് വന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി തന്നു എന്ന് പറഞ്ഞാണല്ലോ. കാരണം നമ്മൾ ഖുർആനിൽ പഠിച്ചിട്ടുണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. രണ്ടാളും ദുആ ചെയ്തു. ഫഅസാ ആദമു റബ്ബഹു, ആദം അള്ളാഹിനോട് എതിര് കാണിച്ചു, അള്ളാഹു മാപ്പാക്കി കൊടുത്തു. അള്ളാഹ് പറഞ്ഞതാണ്, നിങ്ങളൊന്ന് പറ അള്ളാഹിനോടൊന്ന് പെട്ടെന്ന് വന്നിട്ട് ഇവിടെ നിന്ന് പിരിച്ചുവിടാൻ. അപ്പോൾ ആദം അലൈഹിസ്സലാം പറയാ, മക്കളെ എനിക്ക് സാധിക്കും തോന്നില്ല. ഞാൻ അന്ന് അവിടെ നിന്ന് കാണിച്ച ആ അനുസരണക്കേട്, അതിന് ഇന്ന് എന്ത് തീരുമാനം എന്റെ റബ്ബ് എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ പേടിയിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. അവിടെ ഇബ്രാഹിം ഉണ്ട്, ഖലീലുർ റഹ്മാൻ. പോയിട്ട് ഇബ്രാഹിമിനോട് പറ. ഇബ്രാഹിം ചിലപ്പോ ശുപാർശ പറയുമായിരിക്കും അലൈഹിസ്സലാം. ആളുകൾ കൂട്ടത്തോട് അങ്ങോട്ടോടും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ഇബ്രാഹിം, നിങ്ങൾ അള്ളാന്റെ ഖലീലാണല്ലോ. കാരണം നമ്മളും എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി ആരെയാ സമീപിക്കാം? എടാ, നിന്റെ ചങ്ങായിയല്ലേ, ഒന്ന് വിളിച്ച് പറയടാ, നിങ്ങൾ അള്ളാന്റെ ഖലീലാണല്ലോ, നിങ്ങൾ മുവഹിദുകളുടെ ഇമാമാണല്ലോ. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما. മുവഹിദുകളുടെ നേതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. അദ്ദേഹം പറയും, ഞാൻ ചില സന്ദർഭങ്ങളിൽ ചെറിയ ചില കളവുകൾ പറഞ്ഞിട്ടുണ്ട്. ആ കളവിന്റെ പേരിൽ ഇന്ന് എന്റെ റബ്ബ് എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയില്ല. ഞാൻ ആ പേടിയിലാണുള്ളത്. അന്ന് എന്താ കളവ് പറഞ്ഞ്? അന്ന് സാറാനെയും കൂട്ടി മിസ്രിലേക്ക് വന്നപ്പം ആ നാട്ടിൽ രാജാവ് സാറാന്റെ സൗന്ദര്യം കണ്ടിട്ട് സാറയെ ഒന്ന് വശത്താക്കാൻ നോക്കി. ദുനിയാവില് ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകൾ 3 പേരാണ്. ഒന്ന് ഹവ്വ, നമ്മുടെ ഉമ്മ. രണ്ടാമത്തേത് സാറ, ഇബ്രാഹിം നബിന്റെ ഭാര്യ. മൂന്നാരായിരിക്കും? മറിയം, ഈസാ നബിന്റെ ഉമ്മ മറിയം. ദുനിയാവിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീകൾ അതിലൊന്നാണ് സാറ. ഇബ്രാഹിം അലൈഹിസ്സലാം ആ രാജാവിന്റെ അടുത്ത് പറഞ്ഞു, ഇതെന്റെ സഹോദരിയാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ പിടിക്കും. ഇതെന്റെ സഹോദരിയാണ്. കളവ പറഞ്ഞ്. സാറ ചോദിച്ചു, ഞാൻ നിങ്ങളെ സഹോദരി അല്ലല്ലോ. അപ്പൊ ഇബ്രാഹിം പറഞ്ഞു, ഇന്ന് ദുനിയാവിൽ എനിക്കെന്റെ ഇസ്ലാമിലുള്ള സഹോദരിയായി നീ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇബ്രാഹിം നബിന്റെ കൂടെ മുസ്ലിമായിട്ട് അന്ന് ഒരു വ്യക്തിയേ ഉള്ളൂ, അത് ഭാര്യ സാറ മാത്രമാണ്. ആ നാട്ടിലെ വേറെ ഒരാളും അന്ന് എന്തല്ല, മുവഹിദല്ല. പക്ഷെ എന്നിട്ടും പണി നിർത്തിയിട്ട, ആരും ഇല്ല, ഒറ്റക്കേ ഉള്ളൂ, ഭാര്യ മാത്രമേ കൂടെയുള്ളൂ. ദഅവത്ത് നടക്കേണ്ട പോലെ നടത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കളവപ്പാന്നറിയോ? ബാപ്പ വിളിച്ചു, മോനെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. കാരണം ഉപ്പാക്ക് ആസറിന് എന്താ പണി? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അത് വിൽറ്റിട്ടാണ് ആസർ ജീവിക്കുന്നത്. അപ്പൊ അന്ന് അമ്പലത്തിൽ ഉത്സവമാണ്. മോനെ വിളിച്ചപ്പോ മോൻ പറഞ്ഞു, ഇപ്പൊ എനിക്കെന്തോ ഒരു ശരീരത്തിന് സുഖമില്ലാത്ത പോലെയുണ്ട്, നിങ്ങൾ പോയിക്കോളി, ഞാൻ വരുന്നില്ല. ഒന്നുമില്ല, പക്ഷെ കളവ് പറഞ്ഞിട്ട് അതിൽ നിന്നൊഴിവായി. ഈ ആയത്ത് തെളിവ് വെച്ചിട്ട് ഉലമാക്കൾ മസല പറഞ്ഞു, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത, ദീനിനെതിരായിട്ടുള്ള എന്തെങ്കിലും സംഗതിയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെട്ടാൽ, ഇബ്രാഹിമിനെ ക്ഷണിച്ചതാരാ? ഉപ്പ. ഏറ്റവും വലിയ ബന്ധം. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ആര് വിളിച്ചാലും എന്തെങ്കിലും കളവ് പറഞ്ഞിട്ട് ഒഴിവായിക്കോളി. അത് കളവായിട്ട് അള്ളാഹു കൂട്ടൂല.
എന്തെങ്കിലും കളവ് പറഞ്ഞ് ഒഴിവാക്കും. ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചു, ഇല്ലെങ്കിൽ എന്തിനാ മൗലൂദ് റാത്തീബിനെ വിളിച്ചു, പിന്നെ എന്ത് കല്യാണം എന്താ പറയാ, അപ്പം അങ്ങല്ല, അപ്പത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത എന്താ? ആ 7-ാം മാസം കൂട്ടിക്കൊണ്ടുവെക്ക്. പ്രസവിച്ച് കഴിഞ്ഞിട്ട് 40-നോ കൂട്ടിക്കൊണ്ടിരുത്ത്. ഇതിനെല്ലാം എന്തെങ്കിലും ബടായി പറഞ്ഞിട്ട് ഒഴിവായിക്കൊള്ളണം. എൻഗേജ്മെന്റ്, കളവ് പറയാം. എന്തിന്? അത് ദീനിനെതിരായ സംഗതിയാണ്, അതിന് രക്ഷപ്പെടാൻ. അപ്പൊ ബന്ധവും തകരൂല, ഇതിൽ പങ്കെടുക്കൽ ആവൂല. പക്ഷെ അത് കളവല്ല ശരിക്കും ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. പക്ഷെ ആഖിറത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാം ആ പേടിയിലായിരിക്കും. മൂന്നാമത്തെ കളവെന്താ? തകർത്തു. ഒരാളെ മാത്രം ബാക്കി വെച്ചു, ഏറ്റവും വലിയ ആളെ. അയാളെ കഴുത്തിൽ ആ കോടാലി തൂക്കിയിടുകയും ചെയ്തു. അത് ദഅവത്തിന്റെ ഹിക്മത്താണ്. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാര് പ്രത്യേകിച്ചും. അപ്പൊ ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇബ്രാഹിം നബി ബാക്കിൽ ഇങ്ങനെ പതുക്കെ, കാരണം അവർ പോയിട്ട് വേണം അങ്ങോട്ട് കയറാൻ, ഈ പരിപാടി നടത്താൻ. അപ്പൊ പിറ്റേന്ന് ആളുകൾ വന്നു. എന്തിന്? പ്രാർത്ഥിക്കാൻ. ആരോടാണോ പ്രാർത്ഥിക്കാൻ വന്നത് അവരൊക്കെ ചത്തിട്ട് കിടക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു, മൻ ഫഅല ഹാദാ ബിആലിഹതിനാ യാ ഇബ്രാഹിം. അല്ലാഹു കളിയാക്കിയിട്ടാ പറയുന്നത്. ഇത് ജാറത്തിലെ പണ്ടാരം കള്ളം കൊണ്ടുപോയി. ജാറത്തിലെ പണ്ടാരത്തിൽ ആൾക്കാർ പൈസ ഇട്ട് എന്തിനാ ഓന്റെ പുറക്ക് കള്ളം കയറാണ്ടിരിക്കാൻ. അപ്പൊ ഈ സാരി കൊണ്ടുപോയി, കള്ളം കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ ഇവരാരോടാണോ പ്രാർത്ഥിക്കാൻ പോയത് അവര് മരിച്ചുപോയി. കേരളത്തിൽ സംഭവം നടന്നു. അങ്ങനെ പോലീസ് കേസായി. ഇപ്പൊ SI ചോദിച്ചു, അല്ല ഇപ്പൊ നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങളെ പുര കാക്കാൻ വേണ്ടി പൈസ ഇട്ടില്ല, അവരോടൊന്നും ചോദിച്ചോക്ക് ആരാ പണ്ടാരം കൊണ്ടുപോയത്. അപ്പൊ അവര് പറഞ്ഞത്രേ, സാറേ നിങ്ങൾ നമ്മളെ കളിയാക്കല്ലേ, വെറുതെ നമ്മള് മക്കാറാക്കല്ല. അപ്പൊ അവർക്ക് തന്നെ അറിയാം സംഗതി ഇല്ലാത്തതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഫജഅലഹും ജുസാദൻ, പൊടിയാക്കി കളഞ്ഞു. ഇല്ല കബീറൻ ലഹും, ഏറ്റവും വലിയ ആളെ ബാക്കിയാക്കി. ലഅല്ലഹും യർജിഊൻ, എന്തിനാ ബാക്കിയാക്കിയത്? അവര് മടങ്ങി വരും, അപ്പൊ ഇത് കാണും, ബുദ്ധിയുള്ള മനുഷ്യന്മാര് ചിന്തിക്കും, അവർക്ക് കാര്യം മനസ്സിലാവും. അതിനു വേണ്ടിയിട്ട് വന്നു. മൻ ഫഅല ഹാദാ ബിആലിഹതിനാ, ആരാപ്പ ഇത് ചെയ്തത്? ഖാലു, അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, സമിഅനാ ഫതൻ, ഒരു യുവാവ് ഇങ്ങനെ പറയും നമ്മൾ കേട്ടിനി. യദ്കുറുഹും, ഇവരെ പറ്റി സംസാരിക്കുന്ന ഒരു യുവാവ് നമ്മുടെ നാട്ടിലുണ്ട്. യുഖാലു ലഹു ഇബ്രാഹിം, ഓന്റെ പേര് ഇബ്രാഹിം എന്നാണ്. ഓനാവാനാ ചാൻസ് എന്ന് പറഞ്ഞാൽ ആ യുവാവായ ഇബ്രാഹിമിന്റെ പണി എന്താ അറിയോ? അള്ളാഹുവിനെ പറഞ്ഞു നടക്കല്. നമ്മളെ യുവാക്കളുടെ പണി എന്താ? ഇൻസ്റ്റയില്, പിന്നെ ഇതാ ഇപ്പൊ ഇൻസ്റ്റ അല്ലാത്ത പുതിയ എന്തെല്ലോ വന്നിട്ടുണ്ട്. എന്ത് ചാറ്റാണ്? സ്നാപ് ചാറ്റ്. ഫുൾ ടൈം ഇതിലാണ്. അത് ഖൈറിന് വേണ്ടിയാണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഒന്ന് കേൾക്കാനും സമയമില്ല, പറയാനും സമയമില്ല. അഥവാ വിളിച്ചാലും ഒന്ന് അടുപ്പിക്കാൻ ശ്രമിച്ചാലും എന്താ പറയാ, കുറച്ച് വയസ്സാവിട്ട് പോയി, ഇപ്പോഴേ എന്തിനിങ്ങനെ. ഫതൻ, അള്ളാഹു ഖുർആൻ ആ പേരെടുത്ത് പറഞ്ഞത് യുവാക്കളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സമയമാക്ക്. കാരണം ഇത് പൊയ്ക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന പരിപാടിയില്ല. നമ്മൾ താടിയും മുടിയും എത്ര കറുപ്പിച്ചാലും എന്ത് തിരിച്ചു വരൂല? യുവത്വം തിരിച്ചു വരൂല. ചില ആൾക്കാരെ താടി നല്ല കറുപ്പുണ്ടാവും, നേരെ താഴെ നെഞ്ചുമുണ്ടാവും ബിളുബിളാ വെളുത്ത രോമം. പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ? ഒരു കാര്യമില്ല. ഇനി നമ്മൾ ഫുൾ കറുപ്പിച്ചു എന്ന് വെച്ചോ, എന്നാലും തൊണ്ടനായി എന്ന് മനസ്സിലാവേണ്ട ആക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു കാര്യമില്ല. അതുകൊണ്ടല്ലേ ഒരു കവി പാടിയത്, അലാ ലൈത ശബാബ യഊദു യൗമൻ, ഹായ് ഒരു ദിവസം എന്റെ യുവത്വം ഒന്ന് തിരിച്ചു വന്നെങ്കിൽ, ഫഉഖ്ബിറുഹു ബിമാ ഫഅലൽ മശീബു, ഈ തൊണ്ടനായ അവസ്ഥ എന്നോട് കാണിക്കുന്ന ക്രൂരത എനിക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ യുവത്വത്തിനോട്. പക്ഷെ വരൂല, കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് പറയാമെന്നല്ലാതെ തിരിച്ചു വരൂല. പോയതാണ്. പക്ഷെ ആ സമയം ഇസ്ലാമിലെ ഏറ്റവും വിലപ്പെട്ട സമയമാണ്. യുവാക്കളത് നശിപ്പിക്കാണ് ശരിക്കും പറഞ്ഞാൽ.
അനിസ്ലാമികമായ വഴിയിൽ കള്ളു കുടിച്ച് ലക്ക് കെട്ട് ബോധമില്ലാതെ ഏതോ ലോകത്ത് ഏറ്റവും നല്ല ടൈം, അതായത് ദീനിനു വേണ്ടി ആ പ്രസരിപ്പിങ്ങനെ കാണിച്ച് അല്ലാഹുവേ, അല്ലാഹുവേ നീ തന്ന യുവത്വം നിന്റെ മുമ്പിൽ അർപ്പിക്കാൻ നമ്മൾ ഇതാ ഉണ്ട് എന്ന് കാണിക്കേണ്ട സമയം മണത്തിലാണ്. എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പം രസിക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല, ഇനിയിപ്പം വെള്ളടിക്കാനുള്ള ഒരു സുഖമൊന്നുമില്ല, എല്ലാം തീർന്ന അവസരമാകുമ്പോൾ നേരെ വരും മിഹ്റാബിൻ്റെ ഉള്ളിലേക്ക്. ഒരു കാര്യമില്ല. അസ്ഹാബുൽ കഹ്ഫ് തൊണ്ടന്മാറ, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര്. ഏത് കുടുംബം? രാജകുടുംബത്തിലെ അംഗങ്ങൾ. അവരെ പറ്റി അള്ളാഹ് പറഞ്ഞെന്നറിയോ? ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലൂ, ഒരു പറ്റം യുവാക്കൾ ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചു. എന്തിനാ യുവാക്കൾ ഗുഹയിലേക്ക് പോയത്? തൗഹീദ് അംഗീകരിച്ച് അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിക്കാൻ തയ്യാറായപ്പോൾ നാട്ടുകാരെതിരായി അവരെ എല്ലാം വിട്ട് ഗുഹയിലേക്ക് അങ്ങ് താമസം മാറ്റി. മാഹൗല് മാറ്റണം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്ക് പ്രത്യേകിച്ച് ഇതുണ്ടല്ലോ, ഈ എന്താണ് ആ പൊടിന്റെ പേര്, MDM, അതിലെല്ലാം പെട്ടുപോയാൽ ആ ചങ്ങലയിൽ നിന്ന് വിട്ടു വരാൻ വലിയ പണിയാണ്. അത് തൊട്ടുപോയാൽ മതി, പിന്നെ വിടാൻ കഴിയില്ല. ഏറ്റവും നല്ല വഴി എന്താ അറിയോ? അഥവാ ഇത് പെട്ടുപോയാൽ അറിഞ്ഞ് മനഃപൂർവ്വം മാഹൗല് മാറ്റുക. ഏറ്റവും നല്ല ആൾക്കാരെ ചങ്ങാതിമാരാക്കുക. ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഏറ്റവും അധികം സമയം കൂടാൻ ശ്രമിക്കുക. കൽബിന്ന് പതുക്കെ 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 പോകുന്നല്ല, അള്ളാഹു അതിനെ പോക്കിക്കളയും. കാരണം അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറാൻ തയ്യാറാവാതെ അള്ളാഹു മാറ്റൂല. അതിന്റെ ഇപ്പുറത്തർത്ഥം എന്താ? സ്വയം മാറാൻ തയ്യാറായാൽ അള്ളാഹു മാറ്റുക തന്നെ ചെയ്യും. നീ ഇപ്പം വരുന്ന ഇങ്ങോട്ട് കഞ്ചാവ് പൊടിച്ച് കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് തോന്നിവാസം കളിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ എൻ്റെ ഒരു വരവ് ചിലപ്പോ നമ്മൾ പറയും. അള്ളാഹു പറയില്ല. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? ഇൻ അതാനി യംശി, ആ കുരുത്തക്കെട്ടോൻ എൻ്റെ അടുത്തേക്ക് പേടി വന്നിട്ട് നടന്നു വന്നാൽ അതൈതുഹു ഹർവല, ഓടി വന്നിട്ട് ഞാൻ സ്വീകരിക്കും. എനിക്ക് ഓനെ ആവശ്യമാണ്. ദീനിന് അവന്റെ യുവത്വം ആവശ്യമാണ്. മതി മറന്നു പോയതാണ്. ഇനി നീ വിട്ടു പോവരുത്, പിടിച്ചു നിന്നോളണം. അതിനേറ്റവും നല്ല ആൾക്കാരെ ചങ്ങൈമാരാക്കണം. മാഹൗല് മാറ്റണം. അസ്ഹാബുൽ കഹ്ഫ് മാഹൗല് മാറ്റി. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അവരതിന് തയ്യാറായപ്പം ഖുർആനിൽ അവരുടെ കഥ പറഞ്ഞു. ഖിയാമത്ത് നാൾ വരെ, ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഖിയാമത്ത് നാൾ വരെ യുവാക്കളോട് ദീനിന്റെ ഉദാഹരണം പറയുമ്പം ആര് പറയും? അസ്ഹാബുൽ കഹ്ഫ്. അവരാകെ ചെയ്തെന്താ? ദീനിന് വേണ്ടി എല്ലാം വിട്ടിട്ട് പോയിട്ട് ഒളിച്ചു, അത്ര തന്നെ. وقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا فضربنا على آذانهم في الكهف سنين عددا. അവരുടെ അള്ളാഹു 300 വർഷക്കാലം ആ ഗുഹയിൽ അങ്ങ് ഉറക്കി കിടത്തി. ഒരാളുടെ ഷെറുമില്ല, ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല. 300 കൊല്ലത്തിന് ശേഷം നെട്ടിടിച്ചു. അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? അവരിങ്ങനെ കിടന്നാല് ഇതാണ് അള്ളാന്റെ സഹായം. മാറാൻ തയ്യാറായാൽ, അള്ളാന്റെ വഴിക്ക് വരാൻ തയ്യാറായാൽ ഏതവസ്ഥയിലും അള്ളാന്റെ ഒരു കാവലും ഒരു നോട്ടവും ഉണ്ടാവും. പേടിക്കേ വേണ്ട. പക്ഷെ നിഷ്കളങ്കരായിട്ട് വരണം. അവരൊറ്റ വഴിക്ക് കിടത്തിയാൽ എന്താവും? ചെതല് തിന്നും, മണ്ണ് തിന്നും ശരീരം. നമ്മളിപ്പോ ഹോസ്പിറ്റലൊക്കെ ചില രോഗികൾ കിടന്നിട്ട് പുറവും ചന്തിയെന്നെ പൊട്ടിപ്പോന്നില്ലേ? വനുഖല്ലിബുഹും, അള്ളാഹ് എന്ത് ചെയ്തു? അവരങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് തിരിക്കും. ഇത് പൊട്ടാണ്ടിരിക്കാൻ നോക്കുന്നാക്ക് എന്താ തോന്നുക? നല്ല സുഖമായിട്ട് ഉറങ്ങാണ്. ഗുഹന്റെ ഒരു ഭാഗത്തുനിന്ന് സൂര്യന്റെ പ്രകാശം ഇങ്ങനെ അവരുടെ ദേഹത്ത്, കാരണം വെയിൽ വേണം, വിറ്റാമിൻ കിട്ടണ്ടേ, അതിന് കറക്റ്റ് കൊണ്ടേ കൊടുക്കും. ഒരു നായ ആ ഗുഹന്റെ മുഖത്ത് വകൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദ്, 2 കൈയും നീട്ടി ഇങ്ങനെ ഇരിപ്പുണ്ട്. റസൂലുള്ളാഹിയോട് പറയാൻ, അഥവാ നിങ്ങൾ ആ നായിന്റെ മുമ്പിലേക്ക് പോയാൽ ലവല്ലൈത മിൻഹും ഫിറാറൻ, പേടിച്ചിട്ട് നിങ്ങൾ ഓടും. അങ്ങനത്തെ ഒരു നായിനെ ഞാൻ കൊണ്ടുപോയിട്ട് അടക്കടത്തി. എത്ര കൊല്ലം? 300 കൊല്ലം. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു നായിന്റെ ആയുസ് എത്ര? അത്രേ ഉള്ളൂ. 300 കൊല്ലം ആ നായിനെ അങ്ങനെ കിടത്തി. കാരണം ആൾക്കാർക്ക് തോന്നും കുറെ ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ട്, അവർ ഉറങ്ങുകയാണ്, അവരെ നായ അവർക്ക് കാവലിൽ നിൽക്കുന്നുണ്ട്. 300 കൊല്ലം കണ്ടു എണീറ്റു. ഇപ്പൊ ചങ്ങായി അല്ല, എന്തുറക്ക് പോയി ഉറങ്ങുന്നു, എത്ര കാലം ഉറങ്ങുന്നു? അപ്പൊ പറഞ്ഞു ലബിസ്ന യൗമൻ, ഒരു ദിവസമായിട്ടുണ്ടാവും, വാശില്ലല്ല, ആകാശം നോക്കിയിട്ടുണ്ടാവും. ഔ ബഅദ യൗം, ഇല്ലപ്പാ പകുതി ദിവസം. ഇത്ര ഉറങ്ങി? 300 കൊല്ലം.
പറയുന്നത് ഒരു ദിവസം പകുതി. അപ്പൊ ഒരാൾ പറഞ്ഞു, എന്തോ ആയിക്കോട്ടെ, പ്രശ്നമില്ല, അള്ളാഹ്ക്കറിയാം എത്ര നമ്മൾ ഉറങ്ങിയെന്നുള്ളത്, ഭക്ഷണം കഴിക്കണം, വിശക്കുന്നു, 300 കൊല്ലം കഴിഞ്ഞിട്ട് എണീച്ചതാണ്, വിശക്കുന്നു, പോയി ഫുഡ് വാങ്ങിയിട്ട് വാ. പൈസയും കൊടുത്തിട്ട് ഒരാൾ ഫുഡിന് പോയി. ഫുഡിന് പോകുന്നതിനോട് അമീർ പറഞ്ഞു, പാത്തും പതുങ്ങി പോകണം, ആരെങ്കിലും കാണും. കാരണം അവരുടെ ഓർമ്മയിൽ എന്താ ഉള്ളത്, 300 കൊല്ലം മുമ്പ് തൗഹീദിന് വേണ്ടി വന്നപ്പം അവരെ കൊല്ലാൻ നിന്ന ആൾക്കാരെ അവരുടെ ഓർമ്മയിലുള്ളത്. അവര് കഴിഞ്ഞിട്ട് 3 തലമുറ കഴിഞ്ഞു വന്നു, ഇതറിയുന്നില്ല. അതുകൊണ്ട് തലമറിച്ചിട്ട് പോയിക്കോ, ആരും കാണണ്ട. പോയിട്ട് റൊട്ടി വാങ്ങിയിട്ട് പൈസ കൊടുത്തു. കച്ചവടക്കാരൻ പൈസ നോക്കിയിട്ട് ഇതേർന്ന് പോയി. മടക്കേരി രാമകൃഷ്ണന്റെ പീടിയിൽ പോയിട്ട് റിയാൽ കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? ഇതൊന്നിപ്പി ചങ്ങായി തരുന്നു, ഏത് പൈസ? അയാൾ നോക്കുമ്പോക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ നാട്ടിലെ രാജാവിന്റെ ഫോട്ടോ ഉള്ള നാണയം. ഇതാരിപ്പോ ഇത്? ചർച്ചയായി, ബഹളമായി, രാജാവ് വരുത്തായി, ആൾക്കാർ വരുത്തായി, എല്ലാരും കണ്ടു, അവര് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അവരാകെ അത്ഭുതരായി. ഗുഹയിലേക്ക് തിരിച്ചുപോയി. അവിടെ അങ്ങനെ തന്നെ വഫാത്തായി. ഒറ്റ ദിവസം കൊണ്ട് ഖലാസ്. പക്ഷെ 300 കൊല്ലത്തിന്റെ കഥ അള്ളാഹു നമുക്ക് പറഞ്ഞത് അറിയോ? എന്റെ ആളാവ്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇങ്ങനെ എന്റെ ആളായിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒരു പരിപാടി, ഒരു പ്രശ്നം ഉണ്ടാവൂല. മടങ്ങണം അള്ളാഹുവിലേക്ക്, മാഹവിന് മാറണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാത്തിനെയും അടിച്ചൊതുക്കി. ആൾക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ യുവാവാനാണ് ചാൻസ്. കാരണം ഓനാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ എതിർക്കുന്ന ആള്. അതിൽ ഇസ്സത്ത് ഉണ്ടാവണം. നമ്മളല്ല ഇപ്പൊ എന്നെ പുറകെ പഠിച്ചോനെ, എല്ലാരും എന്നെ മനസ്സിലാക്കിയ, ഞാൻ സെൽഫി പള്ളി പോകുന്ന എല്ലാരും അറിഞ്ഞ, നാണക്കേടായ ഇസ്സത്ത്. കാരണം പറയുമ്പോൾ ദീനാണുള്ളത്. വേറെ എന്തെങ്കിലും തോന്നിവാസാണെങ്കിൽ ഒളിപ്പിക്കണം. അള്ളാന്റെ ദീന കൈമേലുള്ളത്. ഇസ്സത്തോടെ ഇബ്രാഹിം നബി ഇബ്രാഹിം എല്ലാവരും ഒരുമിച്ച് കൂടി, യാ ഇബ്രാഹിം, നീയാണോ നമ്മുടെ ദൈവങ്ങളോട് ഈ ചെയ്ത് കാണിച്ചത്? ഇതല്ലേ വലിയ ആള് നിൽക്കുന്നു, ഇതല്ലേ വലിയ ആള്. അയാളോട് ഈ ചത്ത് കിടക്കുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്ക്, ഇൻകാനു യന്തിഖൂൻ, ഈ നിൽക്കുന്ന കോടാലിയും തൂക്കി നിൽക്കുന്ന ആളാണോ നിങ്ങളെ കൊന്നത് എന്ന് ഈ കിടക്കുന്ന ആൾക്കാരോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ പോലെ പ്രശ്നം കഴിഞ്ഞില്ലേ? നിങ്ങളെ ആവശ്യം പോയിട്ട് പറയുന്ന കേൾക്കുന്നു വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ? അള്ളാഹു പറഞ്ഞു, അവര് തലയിൽ കൈവച്ചു ഈ ആൾക്കാർ. എന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിമേ, നിങ്ങൾക്കറിയില്ല ഇതെല്ലാം വെറും കല്ലാന്ന്. ചോദിച്ചാൽ അവര് കേൾക്കൂല, ഒന്നും മുണ്ടൂല. അപ്പൊ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ ദുആ ചെയ്യാൻ പോകുന്നു? ഇതാ അവസ്ഥയെങ്കിൽ പിന്നെ ഇതുപോലും ചോദിച്ചാൽ പറയൂല, പിന്നെ നിങ്ങൾ എന്ത് കാലം അവരോട് സംസാരിക്കാൻ പോകുന്നു? ആ ഖലീൽ, ആ സമയത്താണ് ഈ 3ാമത്തെ കളവ് സംഭവിച്ചത്. ആ പേടിയിലാണ് ഞാൻ, എനിക്ക് പറയാൻ കഴിയില്ല. അത് അപ്പുറത്ത് ആരുണ്ട്? മൂസ. എന്താ മൂസ നബിന്റെ പേര്? കലീമുല്ലാഹ്. വകല്ലമല്ലാഹു മൂസ തക്ലീമ. അന്ന് ആ മലയുടെ മുകളിൽ വെച്ച് അള്ളാഹു നേർക്ക് നേരെ വർത്താനം പറഞ്ഞു. അത് ബനൂ ഇസ്രായേലിലെ ആ 70 ആളും നേർക്ക് നേരെ കേട്ടു ആ വർത്താനം. മുസ്ലിമീനോടുള്ള സംസാരം. അള്ളാന്റെ കലീമാണ്. ഒരുപാട് കൊല്ലം ഒരു വലിയ സമൂഹത്തെ ദീനിലേക്ക് നയിച്ച ആളാണ്. പോയി ചോദിച്ചു നോക്ക്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, എനിക്ക് പറ്റും തോന്നില്ല, കാരണം ഞാൻ ഒരുത്തനെ കൊന്നുപോയിട്ടുണ്ട്. അടിച്ചപ്പോ പവറ മൂസ നബി. പവറെന്ന് പറഞ്ഞാൽ 10 ആള് പൊക്കുന്ന കല്ല് ഇങ്ങനെ എടുത്തിട്ട് മാറ്റി വെക്കും. നല്ല തണ്ട് കൈ. ഫവക്കസഹു മൂസ, ഒരടി കൊടുത്തിട്ടേ ഉള്ളൂ പാവം. ഫഖദ അലൈഹി, അവിടെ മരിച്ചിട്ട് വീണുപോയി. അതിലെന്റെ റബ്ബ് എന്തിന്ന് തീരുമാനിക്കുന്നു എനിക്കറിയില്ല, പേടിയുണ്ട്. അതവിടെ നിൽക്കുന്നു. ആര്? ഈസ, റൂഹുല്ലാഹി ഈസ, മഹാത്ഭുതത്തിലൂടെ അള്ളാഹു സൃഷ്ടിച്ച ഈസ. ഉപ്പയില്ല. മറിയമിന്റെ വയറ്റത്ത് ജിബ്രീൽ വന്നിട്ട് ഊതി. മറിയം ഗർഭിണിയായി. ഒറ്റ ദിവസം, 8 മാസമല്ല, രാവിലെ ഗർഭിണിയായി, വൈകുന്നേരം പ്രസവിച്ചു. അന്ന് തന്നെ എന്ത് ചെയ്തു? ആള് സംസാരിക്കുകയും ചെയ്തു. അന്ന് തന്നെ അള്ളാഹു എന്തും കൊടുത്തു, നുബുവത്തും കൊടുത്തു. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യൻ. അതുകൊണ്ട് ആ അത്ഭുത മനുഷ്യനോട് പോയിട്ട് ചോദിച്ചു നോക്ക്. എല്ലാവരും ഓടിപ്പോവും, കാര്യങ്ങൾ പറയും. എനിക്ക് സാധിക്കും തോന്നില്ല, കാരണം ആൾക്കാരാകെ എന്നെ കുളത്തിലാക്കിയിട്ടാണ്. എന്നെയും എൻ്റെ ഉമ്മാനെയും വിളിച്ച് പ്രാർത്ഥിച്ച് എന്നെ ആകെ കുടുക്കിയിട്ടാണ്. ഇപ്പം എൻ്റെ റബ്ബനോട് ചോദിക്കും, നീ പറഞ്ഞിനോ എന്നെയും ഉമ്മാനെയും വിളിക്കാൻ? ഞാൻ ആകെ വിഷമത്തിലാണ്. അങ്ങോട്ട് പോയിക്കോളി. അവിടെ ആരുണ്ട്? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആളുകൾ വരും. ഹാ അന ലിദാക്. അള്ളാഹുവിന്റെ റസൂൽ മറുപടി അതാണ്, ഹാ അന, ഞാൻ ഇവിടെ ഉണ്ട്, എനിക്കേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പേടിയുമില്ല, പരാതിയുമില്ല, വിഷമവുമില്ല, ഒന്നുമില്ല. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. 1.25 ലക്ഷം അമ്പിയാക്കളിൽ ഒരൊറ്റ ആള് റസൂലുള്ളാഹി മാത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സുജൂദിലേക്ക് പോകും. നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ പറയാത്ത പുകഴ്ത്തുന്ന തസ്ബീഹുകൾ എനിക്ക് അള്ളാഹു തോന്നിപ്പിച്ചു തരും. ഞാനത് കുറേ സമയം പറയും. കുറച്ച് കഴിയുമ്പം ഉടമസ്ഥനായ റബ്ബിന്റെ വിളി വരും, യാ മുഹമ്മദ് ഇർഫഅ റഅസക് വസൽ തുഅത വശ്ഫഅ തുശഫഅ. മുഹമ്മദേ, തല ഉയർത്തിക്കോളൂ, എന്താ വേണ്ടത് ചോദിച്ചോളൂ, തരാം. ശുപാർശ പറയണോ, സ്വീകരിക്കാം. വസൽ തുഅത, ചോദിച്ചോളൂ, ഞാൻ തരാം. ഇർഫഅ റഅസക്, തല പൊക്കി. അള്ളാഹു റസൂലുള്ളാഹി പറയുന്നത് ഹിസാബിന് വേണ്ടി വരാനുള്ള ആദ്യത്തെ ശുപാർശ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വജാഅ റബ്ബുക്, അന്നേരമാണ് റബ്ബുൽ ഇസ്സത്തിന്റെ വരവ്. വൽ മലകു സഫൻ സഫൻ. വെറും വരവല്ല, ആരായി വരുന്നത്? മോദി വരുമ്പോഴുള്ള അവസ്ഥ നമ്മൾ കണ്ടിട്ട് ഇന്ത്യയിൽ എത്ര കാറ്, എത്ര വണ്ടി, എത്ര പോലീസ്, എത്ര പട്ടാളം. ഇത് വരുന്നത് റബ്ബുൽ ആലമീൻ. വജാഅ റബ്ബുക്, ഖാലിഖായവൻ, മാലിക്കായവൻ, മുദബ്ബിറായവൻ. വൽമലക്കു സഫൻ സഫൻ, പട്ടാളക്കാരുടെ സഫുകൾ ഉണ്ടാവും. എണ്ണം അള്ളാഹ്ക്കല്ലാണ്ട് അറിയൂല, മലായിക്കത്തിന്റെ എണ്ണം. ആ പ്രൗഢിയിൽ രാജാതിരാജം വന്ന് നിൽക്കും ഹിസാബിന്. ആ നൃത്തത്തിൽ കാഫറുകളുടെ മുട്ട് വറക്കാൻ തുടങ്ങും. വഖശഅത്തിൽ അസ്വാത്, ശബ്ദങ്ങളൊക്കെ നിലക്കും. വഅനത്തിൽ വുജൂഹ്, എല്ലാ തലയും താഴും പേടിച്ച് വിറച്ചിട്ട്. മുഅ്മിനുകൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും, നല്ല റാഹത്തിലായി. കാരണം ഇപ്പൊ അള്ളാഹു ചോദ്യം ചോദിക്കും, മറുപടി പറയണം, പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ട് പോകണം. എമിഗ്രേഷൻ ഓഫീസിൽ ക്യൂ നിൽക്കുന്നില്ലേ? എന്തെങ്കിലും സ്വർണത്തിന്റെ കെട്ടി ബാഗിലുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ നിൽക്കല് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ ഗൾഫിലല്ലോ. കാസർഗോഡ് പോയിട്ട് ചോദിച്ചാൽ അതിപ്പോ പറഞ്ഞുതരും എങ്ങനെയാ നിൽക്കല്. കാരണം ഇമിഗ്രേഷൻ ഓഫീസർ പാസ്പോർട്ട് നോക്കുന്നു, ഓനെ നോക്കുന്നു, കമ്പ്യൂട്ടറിൽ നോക്കുന്നു, തിരിക്കുന്നു, മറിക്കുന്നു. അവസാനം 2 ശബ്ദം, ഹായ് റാഹത്ത്. പാസ്പോർട്ട് വാങ്ങി ഒരു പോക്കുണ്ട്. അതാണ് ഹിസാബിന് വേണ്ടിയുള്ള നൃത്തം. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് ഒപ്പങ്ങ് വെച്ച് തന്നാൽ പിന്നെ ഒരു പോക്കാണ്. വൈ കാണുന്നല്ലോ, അസ്സലാമു അലൈക്കും, പാസ്സായി മോനെ, അമ്മം പോന്ന് വരുന്നില്ലേ, നമ്മം പാസ്സായി. നീ എങ്ങനെയാ പാസ്സായത്? കുറച്ച് പണിയുണ്ടായി, കുറച്ച് പണിയെടുക്കേണ്ടി വന്നു. ക്ഷമിച്ചു, സഹിച്ചു, കടിച്ചു പിടിച്ചു, വിട്ടുകൊടുത്തില്ല. ശൈത്താനോട് യുദ്ധം ചെയ്തു, ദുനിയാവിനോട് യുദ്ധം ചെയ്തു. അവസാനം എങ്ങനെയല്ലോ എത്തി. ഇപ്പൊ മലക്കുകൾ കാണും പോകുന്ന വഴിക്ക്, സലാമുൻ അലൈക്കും, മംഗളാശംസകൾ, ഫദ്ഖുലൂഹാ ഖാലിദീൻ. പെട്ടെന്ന് വിട്ടു, നിൽക്കേണ്ട ഒരു പരിപാടിയില്ല, എല്ലാം കഴിഞ്ഞ് വിട്ടോളിൻ. അള്ളാഹു നസീബാക്കി തരട്ടെ. കൂളായിട്ടുള്ളൊരു ആ സമയത്ത് ഒരാളുടെ ഒരു ഓട്ടം കാണേണ്ടി വരും നമുക്ക്, ഈ നിപ്പൊന്നുമില്ലാതെ. ആരായിരിക്കും? മലച്ചോക്കി ഇതൊന്നുമില്ല. നമ്മളിങ്ങനെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഉണ്ടാവും 2 പോലീസുകാർ വരുന്നു, നടുക്കൊരുത്തരിങ്ങനെ നടന്നു വരുന്നു, ഷൂട്ടും കോട്ടലിട്ട്. ഇവരാരിപ്പോ ഇത് ഒന്നുമില്ലാണ്ട് ഇങ്ങനെ പോകുന്നു. അവനിങ്ങനെ പോയി ഒരു സാദാ സീദാ സഹാബി. പക്ഷെ അള്ളാഹു ഖളാഇൽ എഴുതി അദ്ദേഹത്തിന്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 70,000 ആളുകൾ ഹിസാബോ അദാബോ ഒന്നുമില്ലാണ്ട് സ്വർഗത്തിലേക്ക് നേരെ. മഹ്ശറിൽ ഉപ്പുമില്ല, ഒരു പരിപാടിയില്ല. ഉടനെ ചാടി എണീച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ ആ കൂട്ടത്തിൽ പെടാൻ വേണ്ടി ദുആ ചെയ്യണം. അൻത മിൻഹും, നീ ആ കൂട്ടത്തിലാണ്. എന്തൊരു സന്തോഷം ഉണ്ടാവും ഉക്കാശക്ക്, സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോ അടുത്തിരുന്ന സഹാബിക്ക് ആവേശമായി, ചാടി എണീച്ചു, യാ റസൂലല്ലാഹ്, എന്നെയും കൂടി ഒന്ന് പെടുത്താൻ ദുആ ചെയ്യണേ. സബഖക ബിഹാ ഉക്കാശ, ആ ചാൻസ് ഉക്കാശ കൊണ്ടുപോയി. എനിക്ക് നേരത്തെ എണീച്ചൂടെ? ഈ ഹദീസ് പറഞ്ഞിട്ട് ഉലമാക്കൾ പറഞ്ഞത്, നന്മ എന്ത് മുന്നിൽ വന്നാലും ചാടി വീണോളണം. പിന്നെ വേറെ ആൾക്ക് ചാൻസ് കൊടുക്കുന്ന പരിപാടിയില്ല. സഹാബാക്കളുടെ വിഷയം എന്തറിയോ? ദുനിയാവിന്റെ കാര്യത്തിൽ അവര് മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കും, ദുനിയാവിന്റെ കാര്യത്തിൽ. ആഖിറത്തിന്റെ കാര്യത്തിൽ ചാൻസ് കൊടുക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ടല്ലോ ഒന്നാമത്തെ സഫിൽ നിൽക്കാൻ വേണ്ടി അവർ വേണമെങ്കിൽ യുദ്ധം ചെയ്യുമായിരുന്നു. കാരണം അത്ര കൂലിയുണ്ട്, അവർ വിട്ടുകൊടുക്കൂല. ഉക്കാശക്കത് കിട്ടി ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. മലക്കൾക്കിടയിൽ
ഇങ്ങനെ VIP ആയിട്ടുണ്ടാവും. എല്ലാവർക്കും കൈയെല്ലാം കാണിച്ച് സലാമെല്ലാം പറഞ്ഞിട്ട് നേരെ സ്വർഗത്തിലേക്ക്. ഹിസാബുമില്ല, കിതാബ് കൊടുക്കുന്ന പരിപാടിയുമില്ല. കാരണം അതാബില്ലല്ലോ, പിന്നെ എന്ത് ചോദിക്കാനുള്ളത്? സറാത്തിലൂടെ അപ്പുറത്തേക്ക് ഖലാസ്. 70,000 ഉണ്ട്, അതിൽ ഒരാളെ അവകാശ. ഇനിയും എന്തുണ്ട്? ചാൻസ് ഉണ്ട്. പക്ഷെ അവർക്ക് 3 സ്വഭാവം ഉണ്ടാവില്ല. ഒന്നെന്താ അറിയോ? ലാ യസ്തർഖൂൻ, മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല. തൗഹീദിന്റെ സംരക്ഷണമാണിത്. അവരാ മറ്റുള്ളവരോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടൂല. പിന്നെയോ ശകുനം നോക്കൂല. വീട്ടിൽ കുറ്റിയടിക്കുമ്പോൾ എന്ത് നോക്കൂല? വാസ്തു നോക്കൂല. നമ്മുടെ നാട്ടിൽ പറയല് എന്തടിക്കലെന്നാ പറയല്? കുറ്റിയല്ല, കന്നിമൂല. കന്നിമൂല അത് നോക്കിയൊന്നതില്ല, വല്ലാഹി ഇല്ല, പോയി. വലാ യതതയ്യറൂൻ, പക്ഷികളെ നോക്കുക. അതായത് കുറേശികൾക്ക് സ്വഭാവമുണ്ട്, ഒരു യാത്രക്കോ മറ്റോ ഇറങ്ങുമ്പോൾ ഒരു പ്രാവിനങ്ങ് പറത്തു. അത് ഇങ്ങോട്ടാ പറഞ്ഞതെങ്കിൽ അവരിങ്ങോട്ടേ യാത്രയുള്ളൂ, ഇങ്ങോട്ടാ പറഞ്ഞെങ്കിൽ ഇങ്ങോട്ടേ യാത്രയുള്ളൂ. പൂച്ച കുഞ്ഞിലെ ഓടിയാൽ 50,000 കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്ത് സൗദി എയർലൈൻസിന്. മടക്കേരിയിൽ നിന്ന് ഇറങ്ങുകയാണ്, മല ഇറങ്ങിയിട്ട് പോകണം, മണിക്കൂർ 3 യാത്ര ചെയ്യണം. ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നലെ വിളിച്ച് ആട്ടി നടത്തി ബിരിയാണിയും കൊടുത്ത് മുരുതെല്ലാം ഓതിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. രാവിലെ ഇറങ്ങിയ പാടൊരു പൂച്ച, എല്ലാം കഴിഞ്ഞു. ഉമ്മ ഒരു അടുക്കളയിൽ നിന്ന്, മോനെ പോലെ മോനെ, ചിലപ്പോൾ ഓൻ തെളിയാവും. എപ്പോഴെങ്കിലും നമ്മളെ പള്ളിയിൽ വന്ന് കുത്തുബലം കേട്ടിട്ടുണ്ടാവും, അപ്പൊ ഓര് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഉപ്പാവും പെടൂല, അവൻ ഈ കൂട്ടത്തിൽ പെടൂല, ഒരിക്കലും പെടൂല. 70,000 ആള് മാത്രം. അള്ളാഹു നസീബാക്കട്ടെ. നമ്മളെന്താ ചിന്തിക്കുക? നമ്മളെവിടെ പോവാൻ? സഹാബാക്കളൊക്കെ ഉണ്ടാവൂലേ? അത് ശൈത്താൻ ചിന്തിപ്പിക്കുന്നതാണ്. നന്മയിൽ ഞാൻ അതിൽ വേണം ആഗ്രഹിക്കാൻ. ഉമറാന് പറഞ്ഞല്ലോ, നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്റെ പേര് വിളിച്ച്, ഒരാളെ പേര് വിളിച്ചിട്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയപ്പെടുമെങ്കിൽ അതെന്റെ പേരാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും പേര് വിളിച്ചിട്ട് നരകത്തിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ അത് ഞാനാവല്ലേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു വരും, മലക്കുകൾ അണിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു യൗമൽ ഖിയാമ. ആ വരവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾ ഓരോരുത്തരോടും സംസാരിക്കും. വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. നമ്മളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു ദ്വിഭാഷികൻ ഉണ്ടാവൂല, ട്രാൻസ്ലേറ്റർ ഉണ്ടാവൂല. നേർക്ക് നേരെ അള്ളാഹു വർത്താനം പറയും. അള്ളാഹു എന്തായിരിക്കും വർത്താനം പറയാ? ദുനിയാവിലുള്ള നമ്മുടെ ജീവിതത്തെ പറ്റിയാണ് ചോദിക്കുക. ഇവരോട് ചോദിക്കുന്നത് ഞാൻ ഇപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും, അടുത്തത് എൻ്റെ ഊഴമായിരിക്കും. ഞാൻ പേപ്പറും പിടിച്ച് നിൽക്കുന്നുണ്ടാവും. നേരത്തെ തന്നു പേപ്പർ, അത് പിടിച്ചിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. ഒരാൾ കഴിഞ്ഞ് പോകുന്നു, മറ്റാൾ പോകുന്നു, അടുത്ത ഞാനാണ്. ഇത് കേൾക്കുന്നുണ്ടാവും. ഇത് കേൾക്കുമ്പം ഫയന്ദുറു ഐമനമിൻ, ഈ അടിമോന്റെ വലതു ഭാഗത്തേക്ക് നോക്കും, പെട്ടിയിൽ എന്താ ഉള്ളത്, പെട്ടിയിൽ എന്താ കൊണ്ടുവന്നത്. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, എന്താണോ ദുനിയാവിൽ ചെയ്തത് അതല്ലാണ്ടൊന്നും ഒരു കടുക് പോലും ആ പെട്ടിയിലുണ്ടാവില്ല. ഇവനാകാതിയാവും. കാരണം മുമ്പിൽ പോകുന്ന ആൾക്കാർ ഇവൻ കാണുന്നുണ്ട്, പെട്ടി കുറവുള്ള മലക്കുകൾ പിടിച്ച് വലിക്കുന്നത് കാണുന്നുണ്ട്. ചില ആൾക്കാരെ മലക്കുകൾ സ്വാഗതം ചെയ്ത് കൊണ്ടുവന്നേം കാണുന്നുണ്ട്. കാരണം അവരെ പെട്ടിയിൽ ഇഷ്ടം പോലെയുണ്ട്. അതാ ഇവൻ നോക്കുന്നു. ഫയന്ദുറു അശ്മഅമിൻ, ഇടതു ഭാഗത്തേക്ക് നോക്കും. ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, എന്താണോ അവിടെ വെച്ച് കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ അതപ്പുറത്ത് കൃത്യമായിട്ടുണ്ടാവും. നമ്മൾ മറക്കും, അള്ളാഹു മറക്കൂല. നമ്മൾ മറക്കും, അള്ളാഹു മറക്കൂല. അള്ളാഹുവിനെ അങ്ങനെ നമ്മൾ കൊച്ചായിട്ട് കാണരുത്. ചില ആൾക്കാർ ചോദിക്കും, കോടാനുകോടി വരുന്ന മനുഷ്യന്മാരുടെ ലിസ്റ്റ് എത്ര ഉണ്ടാവും ഈ പറയുന്നത്, ഇതെല്ലാം എങ്ങനെ ഓർത്ത് വെക്കല്? വഹുവ റബ്ബുൽ ആലമീൻ. കറുത്ത പാറക്കെട്ടിനിടയിലൂടെ നടക്കുന്ന കറുത്ത ഉറുമ്പിന്റെ കാല് വെക്കുന്ന ശബ്ദം ഓൻ കേൾക്കുന്നുണ്ട് മോളിന്ന്. അങ്ങനെ എത്ര ഉറുമ്പുകൾ, കോടിക്കണക്കിന് ഉറുമ്പുകൾ, ഓരോന്നിന്റെ നടത്തവും കേൾക്കുന്നുണ്ട്. ഓരോ ഉറുമ്പിനും വിശക്കുമ്പോൾ ഓൻ അറിയുന്നുണ്ട്. ഓരോ ഉറുമ്പിനും ഭക്ഷണം കൃത്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അവൻ ഇതൊന്നൊരു ബുദ്ധിയല്ല. ഫീ ഇമാമിൻ മുബീൻ, ഫീ കിതാബിൻ മുബീൻ, എല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് കാണുക. വലതുഭാഗത്തും നന്മയുടെ പെട്ടിയാണെങ്കിൽ കുറവുമാണ്, മറ്റേ പെട്ടിയാണെങ്കിൽ അധികമുണ്ട്. ഞാനിപ്പം പറയുമ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പെട്ടി ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളെ പെട്ടി ഒന്ന് ചെക്ക് ചെയ്യുക.
ഏതിലാ കൂടുതലുള്ളത് എന്ന്. ഭാരം മരിക്കുന്നതിന് മുമ്പ് ചാൻസ് ഉണ്ട്. അതിനറിയോ, ഇപ്പുറത്തുള്ളതിനെ വൈറ്റ് ആക്കിയിട്ട് ഇപ്പുറത്തേക്ക് മാറ്റാൻ. ഇപ്പുറത്തെ ബ്ലാക്കാണ് ഉള്ളത്, അതിനെ മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് ആക്കി തരും. ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അനുഗ്രഹീതൻ. തൗബക്കൊരു ചാൻസ് കിട്ടിയാൽ, അള്ളാന്റെ മുമ്പിൽ ഒന്ന് കരയാനുള്ള അവസരം കിട്ടിയാൽ കരഞ്ഞോളണം. എത്ര വലിയ കുരുത്തക്കരാണെങ്കിലും നന്മയാക്കി തിരിച്ചിപ്പുറത്തേക്ക് ഇട്ടുതരും. സുബ്ഹാനല്ലാഹ്, അർഹമുർ റഹീമീൻ. ദുനിയാവിൽ ആരാധന ചെയ്യുക? അല്ലാഹ് അല്ലാത്ത വേറെ ആരാണ് അത്രയും വലിയ കരുണ കാണിക്കുക? ഇവൻ ഇങ്ങോട്ട് നോക്കി ഒന്നുമില്ല, തിന്മ മാത്രമേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫയൻദുറു ബൈന യദൈഹി, നേരെ മുമ്പോട്ട് നോക്കും. ഫലാ യറാ ഇല്ല നാറ തിൽഖാഅ വജ്ഹിഹി, മുമ്പിൽ എന്തേ ഉണ്ടാവുള്ളൂ? നരകമല്ലാതെ വേറൊന്നും കാണാനുണ്ടാവില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും വരും, ഹിസാബ് നടത്തുക തന്നെ ചെയ്യും. എന്തിനായിരിക്കും ആ ഹിസാബ്? അല്ലാഹു പറഞ്ഞു, ലിയജ്സിയല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. ആളുകൾ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കാനും ചെയ്ത നന്മകൾക്ക് കൂലി കൊടുക്കാനും. എന്താണോ ചെയ്ത തിന്മ അത് കൃത്യമായി ഒന്നും വിടാതെയും കൂട്ടാതെയും അള്ളാഹു തരും. നന്മ എന്താണോ ചെയ്തത് അതും കൃത്യമായി തരും. അള്ളാഹു ആരോടും ദുൽമ കാണിക്കൂല. ഇവൻ അത്രയൊന്നും വേണ്ട, നോ. ഇവൻ ലാസ്റ്റ് ടൈമിൽ വന്നവനാണ്, അതുകൊണ്ട് ഇത്ര മതി, നോ. എത്ര അധികം നമ്മളെപ്പം ചിന്തിക്കേണ്ടെന്ന് അറിയോ? ആദ്യം വന്ന ആളുകൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ടാവും. നമുക്കിപ്പായിരിക്കും തൗബ ചെയ്യാനുള്ള ചാൻസ് കിട്ടി. ഇപ്പായിരിക്കും അള്ളാഹു അവന്റെ ഫദ്ല് കൊണ്ട് നമ്മളെ മനസ്സിൽ പേടിയിട്ടെന്നത്. കൂടുതൽ ചെയ്തിട്ട് ആദ്യത്തിലെത്താൻ വേണ്ടി ശ്രമിക്കണം. ആമയും മുയൽ ഓടിയ പോലെ. മുയലെന്താ വിചാരിച്ച്? ഇവനെത്തൂലാന്ന്. ആമ ഇങ്ങനെ നടക്കല്ലേ, എത്തൂലാന്ന്. അവൻ സൈഡ് പോയിട്ട് എല്ലാം ഉറങ്ങി. എണീക്കുമ്പോ മുയൽ അപ്പുറത്ത് പോയിട്ട് സമ്മാനവും വാങ്ങിയിട്ട് പോയിനി. സാധിക്കും. ആദ്യം വന്നവരുടെ മുന്നിലെത്താൻ പിന്നെ വന്നവർക്ക് കഴിയും. മനസ്സ് വെക്കണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് ചെയ്യുന്നത് പല തരത്തിലാണ്. അതിൽ ഒന്ന്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആദ്യമായി ഹിസാബ് ചെയ്യുന്നത് നമുക്ക് അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മളെ മക്കളെ കുറിച്ചും ആയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങളൊക്കെയും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. ആ ഉത്തരവാദിത്തം തീർച്ചയായും അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. വൽ ഇമാമു റാഇൻ. ഒരു രാജാവ്, ഒരു നേതാവ്, ഭരണാധികാരി ഉത്തരവാദിത്തമുള്ള ആളാണ്. വഹുവ മസ്ഊലുൻ അൻ റഇയ്യതിഹി. ആ റഇയ്യത്തിനെ പറ്റി, ആ ഉത്തരവാദിത്തത്തെ പറ്റി അള്ളാഹു അവനോട് ചോദിക്കുക തന്നെ ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജാവായിരുന്നു, പക്ഷെ ഈ പേടിയുള്ള മനുഷ്യനായിരുന്നു. എന്ത് പറഞ്ഞാലും കരയും. എന്നിട്ട് പറയുന്ന സംഗതി ഇതാണ്, നാളെ അള്ളാഹു എന്നോട് എന്റെ ഉത്തരവാദിത്തത്തെ പറ്റി ചോദിക്കും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മിസ്റിലെ ഗവർണറാണ്. മിസ്ർ പിടിച്ചടക്കി ഉമർ ഫാറൂഖിന്റെ കാലത്ത് ഗവർണറാക്കി. ഖിബ്തികളിൽപ്പെട്ട ഒരു യുവാവ്, ചെറുപ്പക്കാരൻ, അംർ ഇബ്നുൽ ആസിന്റെ മോനും കൂടെ കുതിരപ്പന്തയം നടത്തി. കുതിരപ്പന്തയം മീൻസ് കുതിരോട്ടം, കുതിര റേസിംഗ്. അതിൽ ഈ ഖിബ്തി ജയിച്ചു. ഖിബ്തി മീൻസ് ആഫ്രിക്കക്കാരൻ. മിസ്ർ ആഫ്രിക്കൻ രാജ്യങ്ങളിൽപ്പെട്ടതല്ലേ. അപ്പൊ ഇവൻ ജയിച്ചു. അത് അംർ ഇബ്നുൽ ആസിന്റെ മോന് തീരെ ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഈ ഗവർണറെ മോന് തോറ്റ് മറ്റോൻ ജയിച്ച് ആൾക്കാരുടെ മുമ്പിൽ ഇവൻ നല്ലൊരു അടി കൊടുത്തു ഈ ഖിബ്തിക്ക്. എന്നിട്ട് പറഞ്ഞു, നീ ജയിച്ചാലും നമ്മളാണ് നേതാക്കന്മാരുടെ മക്കള്. ഇത് ഈ ചെറുപ്പക്കാരന്റെ മനസ്സിനെ കൊണ്ടു. വണ്ടിയെടുത്ത് നേരെ വിട്ടു മദീനത്തേക്ക്. അവിടെ ആരുണ്ട്? നീതിമാനായ ഭരണാധികാരിയുണ്ട്. മോദിയല്ല അവിടെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പിണറായി വിജയേട്ടനല്ല അവിടെ ഉള്ളത്. ഉമറുൽ ഫാറൂഖ്, നീതിമാനായ ഭരണാധികാരി. നട്ടുച്ച ഈത്തപ്പഴത്തിന്റെ തണലിൽ സുഖമായിട്ട് കിടന്നുറങ്ങും. ആരും വന്ന് കൊല്ലൂല, ആരും വന്ന് ചവിട്ടൂല. കാരണം ആരോടും അനീതി കാണിച്ചിട്ടില്ല, ആരോടും ദുൽമ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ആർക്കും ദേഷ്യമില്ല. പക്ഷെ പേടിയാണ്. ഉമറുൽ ഫാറൂഖിനെ കണ്ട പേടിയാവും ആളുകൾക്ക്. നല്ല ഒത്ത ശരീരം, നല്ല നീളമുണ്ട്.
അത് സഹാബാക്കൾ പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ ഉമർ നടന്നു വന്നാൽ ആരും നമ്മളെ കാണൂല, ഉമറിനെ മാത്രമേ കാണുള്ളൂ. നല്ല നീളമുണ്ട്, നല്ല മസിൽമനാണ് ഉമർ റളിയല്ലാഹു അൻഹു. വെളുത്ത സുന്ദരനാണ്, നല്ല മുടിയും നല്ല താടിയും. മീശ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറ്റ വെട്ടി, ഇവിടെ നല്ല കൊമ്പം മീശയാണ് ഉമർ ഫാറൂഖിന്റെ ഈ രണ്ട് സൈഡിൽ. ഉമറിന് ദേഷ്യം വന്നാൽ ഇതിങ്ങനെ പിരിക്കും. അപ്പൊ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ആൾക്ക് ചൂടായിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നിന്ന് ഒരു കവിത ചൊല്ലി. ഉമർ ഫാറൂഖ് പള്ളിയിൽ ഇരിക്കുന്ന മൂപ്പര് കണ്ടില്ല. ഉമർ ഇങ്ങനെ നോക്കിയിട്ട് മീശ വിരിച്ച്. മൂപ്പര് പറയാണ്, ഉമർ, നിങ്ങളെക്കാളും വലിയാളെ മുമ്പെന്ന് ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, പിന്നല്ലേ നിങ്ങൾ ഒരു പതുക്കെ താത്തിട്ട് മുണ്ടാണെങ്കിൽ പോയി. അതാണ് വലിയാള് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾക്ക് മരണ പേടിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗഹീദിലേക്ക് വന്നു. അദ്ദേഹത്തിന് ധൈര്യം അപാര ധൈര്യമാണ്. ആദ്യം ചോദിച്ചെന്താ അറിയോ, ഇവിടെ ആരാ FM? FM മീൻസ് നാട്ടിൽ പരത്തുന്ന ടീമുണ്ടല്ലോ, ഒന്ന് കിട്ടിയാൽ മതി, പെട്ടെന്ന് 50 ഷെയറാക്കിയിട്ടുണ്ടാവും ഒരു സെക്കൻഡിൽ. അങ്ങനത്തെ ടീംസ് ഉണ്ടാവും. പോസ്റ്റ്മാൻ എന്തെങ്കിലും ഒന്ന് നാട്ടുകാരെ മൊത്തം അറിയിക്കണമെങ്കിൽ അത് മറ്റോനെ അയച്ചാൽ മതി, മോനെ ഓൻ രാത്രി കൊണ്ടങ്ങ് പാളിസായി ആക്കിക്കോളൂ. അങ്ങനെ ഒരുത്തനുണ്ട് മദീനത്ത്, മക്കത്ത്. ഉമർ ആദ്യം ചോദിച്ചത് ആരുണ്ട്? ഒരാൾ പേര് പറഞ്ഞു, എന്തോ ഒരു ജമീലാണ്. വിളിച്ചിട്ട് പറഞ്ഞു, നീ വിളിച്ചു പറ ഉമർ മുസ്ലിമായി. അന്ന് എല്ലാരും ഒളിപ്പിക്കുന്ന സമയാ. ഉമർ മുസ്ലിമായി. ഇവൻ മാടിക്കുത്തും കുത്തി കയ്യും കയറ്റി, ഇതാ ഉമർ ഇതാ മതം മാറിയിരിക്കുന്നു. നിന്നോട് ഞാൻ എന്താ പറയാൻ പറഞ്ഞത്? അസ്ലമ ഉമർ. ഉമർ മതം മാറിയിട്ട മില്ലത്ത് ഇബ്രാഹിം തന്നെ നേരത്തെ ഉള്ളത്. മനസ്സിലായില്ലേ? ഖുറൈശികൾ നേരത്തെ പാരമ്പര്യ ഇസ്ലാമിലാണ് ഉള്ളത്, പുതിയ മതത്തിലൊന്നുമല്ല. ഉമർ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറ, തൗഹീദിലേക്ക് വന്നു എന്ന് പറ. നിമിഷ നേരം കൊണ്ട് മൂപ്പർ പരത്തി, നാട് മൊത്തം പാട്ടായി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുസ്ലിം ആവലോട് കൂടി സഹാബാക്കൾ പറയാണ്, നമ്മൾ ധൈര്യത്തിൽ കാബന്റെ മുമ്പിൽ പോവും, അവിടെ നല്ല റാഹത്തായിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. നമ്മൾ കാബന്റെ മുമ്പിൽ ഇങ്ങനെ വർത്താനം പറയും. ഖുറൈശികളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് കൈ ഇങ്ങനെ ആക്കുന്നുണ്ടാവും. 2 കൊടുക്കേണ്ട സമയമാണ്, പക്ഷെ മറ്റാള് വന്നാൽ ശരിയാവില്ല. ആര്? ഉമറിനെ പേടിച്ചിട്ട് അനങ്ങൂല ഖുറൈശികൾ. ആലോചിച്ചൊക്കെ മക്കത്ത് എങ്ങനെയാണ് ഉമർ ജീവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അനങ്ങൂല. ഹിജറ പോവാൻ തീരുമാനിച്ചു. എന്താ ചെയ്തെന്നറിയോ? വാള് തൂക്കി, അമ്പ് വില്ല് ഇങ്ങനെ തന്നെ നെഞ്ചിൽ തൂക്കി, ഒരു കൈമല് കവചം, ഈ അമ്പ് വെക്കുന്ന പെട്ടിയുണ്ടല്ലോ അത്, മറ്റേ കൈമലൊരു വടി, 2 അറ്റത്ത് തടിയുള്ളൊരു വടിയുണ്ട് ഉമറിന്റെ കൈമല്. അതെടുത്തിട്ട് കാബന്റെ മുമ്പിൽ, ഞാൻ ഹിജറ പോവാണ് മദീനത്തേക്ക്. ഇനി അഥവാ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും യതീമാവാനോ അതല്ലെങ്കിൽ ഭാര്യമാര് വിധവകളാകാനോ ഉപ്പാക്കും ഉമ്മാക്കും മക്കൾ നഷ്ടപ്പെടാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഉണ്ടാവും, ഞാൻ അങ്ങോട്ട് വന്നാൽ മതി. ഒരൊറ്റൊരുത്തൻ അനങ്ങിയില്ല. പക്ഷെ ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയാരെന്നറിയോ? മക്കത്തെ ഫുഖറാക്കൾ, കുറെ അടിമകൾ, അവര് മുസ്ലിം ഒളിപ്പിച്ച് നിൽക്കുകയാണ്. ഉമർ ഇത് പറയുന്നത് കേട്ട് ആരും അനങ്ങുന്നില്ല. കൂട്ടത്തോടെ ഉമറിന്റെ കൂടെ വന്നിട്ട് മദീനത്തേക്ക് വിട്ടു. കാരണം അവർക്ക് എന്ത് ഉറപ്പുണ്ട്? ഒരാളും തൊടാൻ വരൂല, കാരണം മുമ്പിൽ ആരുണ്ട്? ഉമറുണ്ട്. ശരിക്കും ഈ കഥ പറയുമ്പോൾ ഉലമാക്കൾ പറയും, നമ്മുടെ നാട്ടിലും ചില മനുഷ്യന്മാരുണ്ടാവും, ജിമ്മന്മാർ, എല്ലാവർക്കും പേടിയായിരിക്കും. അവർ നമ്മുടെ തൗഹീദിലേക്ക് വന്നാൽ പൊന്നുപോലെ കൊണ്ടേ നടക്കണം. അവർ ഇസ്ലാം തൗഹീദിന് മുമ്പ് കാണിച്ച ആ ധൈര്യവും ചങ്കൂറ്റവും ഇസ്ലാമിൽ കാണിക്കണം. അതാ ദീനിന്റെ നിയമം. അത് റൗഡി ആയിരിക്കും, എന്താടാ നീ ആരാ എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ടാവില്ലേ? ഇസ്ലാമിലേക്ക് വന്നാലും അതേ സ്വഭാവം കാണിക്കണം. അത് ദീനിന് ഗുണം ചെയ്യും. മുടക്കേരിയിൽ അങ്ങനത്തെ വലിയ ഗുണ്ടകളുണ്ടെങ്കിൽ നമുക്ക് പരിപാടി നടത്തുമ്പോൾ മുമ്പിൽ കൊണ്ട് നിർത്താം. അവനിങ്ങനെ ജിമ്മനിങ്ങനെ നിൽക്കണം. തൗഹീദ് വളരെ കൃത്യമായിട്ട് പറയാം. ഇവനെ അടിക്കണം വരുന്നുണ്ടോ, കല്ലേറാൻ വേണ്ടി വന്നു, എൻ്റെ മോനെ ഇതാ മറ്റവരുണ്ട് വിട്ടോ. അത് ദീനിന് ഉപകാരം ചെയ്യും. ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് അത് കിട്ടിയിട്ടുണ്ട്. ഈ പട്ടിണി പാവങ്ങള് അടിമകൾ വേറൊന്നുമില്ല, ചോദിക്കാനും പറയുകയാണില്ല, കൊല്ലും ഖുറൈശികൾ വെളിപ്പെടുത്തിയാൽ. ഉമർ ഇങ്ങനെ പറഞ്ഞപ്പോൾ കൂട്ടത്തോടെ എല്ലാവരും കൂടി പോയി മദീനത്തേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആന്റെ ഫലമായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സഹാബാക്കൾ പറയും, ഉമറിന്റെ വാക്ക് കട്ടിയുള്ള വാക്കാണ്, ഉമറിന്റെ നോട്ടം പേടിപ്പിക്കുന്ന നോട്ടാണ്, ഉമറിന്റെ അടി ഭയങ്കര വേദനയുള്ള അടിയാണ്. പല സഹാബാക്കൾക്കും അടി കൊണ്ടിട്ടുണ്ട്. ഒരിക്കൽ 2 സഹാബാക്കൾ പള്ളിയിൽ നിന്ന് വർത്താനം പറയുന്നു. ഉമറുള്ളാഹിന്റെ ബാക്കിൽ വന്ന് നിന്നു.
ഇങ്ങനെ തട്ടുമല്ലോ നമ്മള്. അപ്പൊ സാഹിബ് പറയാൻ, ഞാൻ തിരിഞ്ഞു നോക്കി, കാണുന്ന ഉമറിന്റെ മുഖം ആകെ വിറച്ചുപോയി. മിൻ ഐന അൻതുമ, ഏത് നാട്ടുകാരാ നിങ്ങള്? അപ്പൊ നമ്മൾ പറഞ്ഞു മിൻ അഹ്ലി തായിഫ്, തായിഫുകാരാണ്. അപ്പൊ ഉമർ പറഞ്ഞു, തായിഫുകാരായത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടു, മദീനക്കാരായിരുന്നെങ്കിൽ ലഔജഅതുകുമാ, ഞാൻ അടിച്ച് വേദനിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്നുള്ള വർത്താനം പറയുന്നത്. അങ്ങനെ അടിക്കാൻ പോയത്. ആ ഉമർ റളിയല്ലാഹു അൻഹു കിബിത്തി നേരെ വന്നു മദീനത്തേക്ക്, പരാതി, ഇങ്ങനെ സംഭവം ഉണ്ടായി, എന്നെ ഗവർണറുടെ മോൻ അടിച്ചോന്ന് കത്തെഴുതി. ഗവർണറും മോനും എത്രയും പെട്ടെന്ന് ഹാജരാവാൻ. അംർ ബിൻ ആസ് വറക്കാൻ തുടങ്ങി. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് എന്നെയും നിന്നെയും ഒരുമിച്ച് ഉമർ അങ്ങോട്ട് വിളിപ്പിക്കൂല. ഉമർ ഒന്നും ചെയ്തില്ല. മദീനത്തെത്തി, സഹാബാക്കളൊക്കെ ഇരിപ്പുണ്ട്, ഉമറിന്റെ കൈമേൽ ആ വടിയുണ്ട്. എവിടെ അക്ബത്തി? അയാൾ എണീച്ചു വന്നു. നിന്നെ അടിച്ചതാരാ? ഇവനാണ്. വഴി കൊടുത്തിട്ട് പറഞ്ഞു, കൊടുക്കടി, നിന്റെ ദേഷ്യം തീരുന്നവരെ അടി കൊടുക്ക്. ഗവർണർ മോൻ അടി കൊണ്ടു. ഉമർ പറഞ്ഞു, ഇനി അടിക്ക്. വേണ്ട അമീറുൽ മുഅ്മിനീൻ, എന്റെ പ്രശ്നം തീർന്നു. ഉമർ പറഞ്ഞു, അംറിനെ അടിക്ക്. ആരെ? ഗവർണറെ. സഹാബാക്കളൊക്കെ മുഖത്തോട് മുഖം നോക്കി. ഉമർ പറഞ്ഞു, എന്റെ ഉപ്പ ഗവർണറാണ് എന്നുള്ള ധൈര്യമാണ് ആ മോനെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. ആ ധൈര്യം ഉണ്ടാക്കിയത് ഈ ഗവർണറാണ്, അംറാണ്. കാരണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, അതുകൊണ്ട് അമ്മ അടികൊള്ളണം. അപ്പോൾ അയാൾ പറഞ്ഞു, വേണ്ട, എന്നെ അടിച്ചാക്കി ഞാൻ അടി കൊടുത്തു, വേറെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഉമർ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയാണ്, എൻ്റെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യും ഒരാൾക്ക് എൻ്റെ ഭരണത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്, ഈ രാജ്യത്തിന് എന്ത് ഭരണ വരേണ്ടത്? ഉമറിൻ്റെ ഭരണം. പക്ഷെ നടക്കുന്ന സംഗതിയല്ല, അങ്ങനത്തെ ആൾക്കാർ വരണം, എന്നാലേ നടക്കുള്ളൂ. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും. ഒരാണ്, പുരുഷൻ, അവന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അവന്റെ ഭാര്യമാരെ പറ്റി, അവന്റെ മക്കളെ പറ്റി കൃത്യമായ ചോദ്യം ഉണ്ടാവും. ഞാൻ എൻ്റെ നിമിഷനോടെന്ന പോലെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ദീനിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ്മെന്റിന് നിൽക്കരുത്. നമ്മൾ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ, ഒക്കൊരു സമാധാനമാവാൻ, മക്കളെ ഒന്ന് രസിപ്പിക്കാൻ ചിലപ്പം ഇമ്മാതിരി പരിപാടികളിൽ നിൽക്കും. ആഖിറത്തിൽ ഭാര്യയുമില്ല, മക്കളുമില്ല, ആരുമില്ല. ചോദ്യമുണ്ടാവുന്നത് പുരുഷന്മാരോടാണ്. കാരണം അവർ അതിന്റെ ഉത്തരവാദിയാണ്. വൽമർഅതു ഫീ ബൈതി സൗജിഹാ റാഇയത്തുൻ വഹിയ മസ്ഊലത്തുൻ അൻ റഇയതി. പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഉത്തരവാദിത്തമുള്ള ആളാണ്. ഭർത്താവിന്റെ വീട് മീൻസ് ഭർത്താവിന്റെ ഉപ്പ എടുത്ത വീടല്ല, ഭർത്താവ് എടുത്ത വീട്. വ്യത്യാസം മനസ്സിലാക്കണേ. ഒരു പെണ്ണിന് നമ്മുടെ ഉമ്മാനോടും നമ്മളെ ഉപ്പാനോടും ഒരു ഹക്കുമില്ല. അതവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവള് നല്ല പെണ്ണായതുകൊണ്ട് ഒരു ഉത്തരവാദിത്വം നമ്മളോടില്ല. അവൾക്ക് ആകെ ഹക്കുള്ളത് നമ്മളോടും നമ്മളെ മക്കളോടും മാത്രം. അതുകൊണ്ട് ഒരു പെണ്ണിനെയും എന്തിനു നിർബന്ധിക്കരുത്. നമ്മളുപ്പാനെയും ഉമ്മാനെയും നോക്കാനും അവർക്ക് ഖിദ്മത്ത് ചെയ്യാനും അവളത് ചെയ്താലോ അവിടെ നല്ല മുത്തുപോലത്തെ പെണ്ണ് അങ്ങനെ കിട്ടിയാൽ ഭാഗ്യം. പക്ഷെ അവൾ ചോദിക്കപ്പെടുന്നത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത നമ്മളുടെ വീട്, നമ്മളെ മക്കൾ താമസിക്കുന്ന വീട്ടിന്റെ ഉത്തരവാദിത്വം ആ പെണ്ണിനുള്ളതാണ്. അത് അവനോട് ചോദിക്കപ്പെടുകയും ചെയ്യും. പീടിയിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർ, ആ പീടിന്റെ മുതലാളിയുടെ സമ്പത്തിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. ആ കച്ചവടത്തെപ്പറ്റി, അയാൾക്ക് വരുന്ന ലാഭനഷ്ടങ്ങളെപ്പറ്റി ഈ ജോലിക്കാരൻ ചോദ്യം ചെയ്യപ്പെടും. കാരണം ജോലിക്ക് നിൽക്കുമ്പോൾ കവിയുൻ അമീനായിരിക്കണം, ആ ജോലിക്ക് പ്രാപ്തനായിരിക്കണം, വിശ്വസ്തനുമായിരിക്കണം. മുതലാളിക്ക് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന ജോലിക്കാരനായിരിക്കണം, മുതലാളിക്ക് നഷ്ടമുണ്ടാക്കുന്ന ജോലിക്കാരനാവരുത്. അങ്ങനെ പലക്കാരും ചിന്തിക്കുക. പക്ഷെ ഉത്തരവാദിത്തമാണ്, അതായിരിക്കും ആദ്യം ചോദിക്കപ്പെടുന്ന ചോദ്യം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഫകുല്ലുക്കും റാ, നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, അതിനെപ്പറ്റി അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യും. അള്ളാഹു കാക്കട്ടെ. ഉത്തരവാദിത്ത പൂർത്തീകരണത്തെ പറ്റി അള്ളാഹു ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടും തോന്നില്ല. തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, ഹിസാബ് യസീറാക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതേപോലെ പ്രധാനമായും ഹിസാബ് ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞ ചില കാര്യങ്ങളാണ്. അബൂ ബർസ അൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ
ഒരടിമയുടെ 2 കാലുകളും ചലിപ്പിക്കാൻ സാധിക്കൂല. ഹത്താ യുസ്അല, അവനോട് ചോദിക്കപ്പെടുന്നത് വരെ അൻ ഉംരിഹി ഫീമാ അഫ്നാ, നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എവിടെയാണ് ചെലവഴിച്ചത്. വെറുതെ പോയിട്ട് കിടക്കുമ്പം ഈ പറയുന്ന ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കണം, എത്ര കാലമായി ദുനിയാവിൽ ജീവിക്കുന്നു, എങ്ങനെയാ ജീവിക്കുന്നുള്ളത്. കഴിഞ്ഞ കാലഘട്ടത്തെപ്പറ്റി ചോദിച്ചാൽ എത്ര കൊല്ലം നമുക്ക് ഓർമ്മയുണ്ടാവും? ചെറുപ്പം ഓർമ്മയുണ്ടാവില്ല, കുറെ എല്ലാം പോയിട്ടുണ്ടാവും. ഇനിയും കുറച്ച് പ്രായം കൂടുമ്പം അതും പോവും. പക്ഷെ മലക്കളുടെ എല്ലാം ഉണ്ട്. ഫീമ അഫ്ന, ആയുസ് എവിടെയാണ് ചെലവാക്കിയത് എന്ന് ചോദ്യം ഉണ്ട് അള്ളാന്റെ അടുത്ത്. ഫീമ അഫ്ന, ആയുസ്. ഒരു സലഫുകളിൽപ്പെട്ടൊരു പണ്ഡിതൻ ഒരു വയസ്സായ മനുഷ്യനോട് ചോദിച്ചു, എത്ര വയസ്സായി? 60 വയസ്സ്. മരിച്ചാൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, കഴിഞ്ഞു പോയില്ലേ. ഒരു ചാൻസ് കിട്ടിയാലോ കുറച്ചും കൂടെ, ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും അതാക്കും ഇതാക്കും. അദ്ദേഹം പറഞ്ഞു, ഇനി അങ്ങോട്ട് ചെയ്തോളി, ഇനി അങ്ങോട്ട് നീ ഇപ്പൊ എന്ത് ചെയ്യണം എന്നാണോ വിചാരിച്ചത്, ഇനി അങ്ങോട്ട് അത് ചെയ്തോളീൻ, അത് കിട്ടും ചെയ്യും. ഇനി അത് ചെയ്ത് തുടങ്ങുമ്പം കഴിഞ്ഞ 60 കൊല്ലത്തെ നന്മയിലേക്ക് അള്ളാഹു മാറ്റിത്തരും ചെയ്യും. നമ്മൾ മനസ്സിലായോ? ഇതുവരെ ഇന്ന് വരെ എങ്ങനെയല്ലോ അങ്ങ് പോയി, കഴിഞ്ഞങ്ങ് കഴിഞ്ഞു പോയി. ഇനി എത്ര ഉണ്ട് എന്നറിയില്ല. ഇനി 1 മിനിറ്റ് ബാക്കിയുള്ളൂ മരിക്കാൻ. ആ 1 മിനിറ്റിലാണ് നന്നായതെങ്കിൽ കഴിഞ്ഞ 60 കൊല്ലം അള്ളാഹു മിനിറ്റിലേക്ക് നന്മയാക്കിയിട്ട് ചേർത്തേരും. വെറുതെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്നാണോ ഇത് മനസ്സിൽ വരുന്നത്, എന്തെല്ലോ സംഭവിച്ചു പോയി ജീവിതത്തിൽ, അങ്ങനെയായി ഇങ്ങനെയായി, ആരും ചോദിക്കാനും പറയാനും ഒന്നും ഉണ്ടായില്ല, തോന്നിയ പോലെ ജീവിച്ചു, ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ചു, ഉമ്മാനെ വിഷമിപ്പിച്ചു, ഉപ്പാനെയും വിഷമിപ്പിച്ചു, ഭാര്യയും കരഞ്ഞു, മക്കളും കരഞ്ഞു, ആകെ മോശമായി ജീവിതം. ചിന്തിക്കുമ്പോ ആകെ വിഷമമുണ്ട്, പ്രയാസമുണ്ട്. ഒരു ടെൻഷനും വേണ്ട. അതെപ്പോഴാണോ തുടങ്ങിയത് അത് തൊട്ടങ്ങോട്ടിനി നന്മ മാത്രം. അതിന്റെ ഗുണം ഈ കഴിഞ്ഞത് മുഴുവനും അല്ലാഹു നന്മയാക്കി തിരിച്ച് എഴുതി തരും. കാരണം ആയുസിനെ പറ്റി ചോദിക്കുക തന്നെ ചെയ്യും. യുവത്വത്തെ പറ്റി അള്ളാഹു ചോദിക്കും. ആരൊക്കെയുണ്ട് ഇവിടെ യുവാക്കള്? ശരിയായി ചിരിക്കുന്നു. ഞാൻ യുവാവ് തന്നെ. അബിഹെ നമ്മളെല്ലാം കഴിഞ്ഞു പോയി, 40ആയി. ഷബാബ് ഷബാബ്, നല്ല ചെറുപ്പക്കാരതല്ലേ. യുവത്വം എത്ര വയസ്സ് വരെ? 40 വയസ്സ് വരെ. 40 കഴിഞ്ഞ പിന്നെ ആരായി? കുഹുലായി, മധ്യവയസ്കനായി, ഏകദേശം റിട്ടയർഡ് ആകാനായി. 60 കഴിഞ്ഞാലോ കിട്ടിയാ കിട്ടി. 60 കഴിഞ്ഞാൽ കിട്ടിയാ കിട്ടി. സീനിയർ സിറ്റിസണായി. 60ന്റെയും 70ന്റെയും ഇടയിൽ ഏത് സമയത്തും ആരെ പ്രതീക്ഷിക്കാം? മലക്കുൽ മൗത്തിനെ പ്രതീക്ഷിക്കാം. സുബ്ഹാനല്ലാഹ്. ഷബാബ് ഏതാ യുവത്വത്തിന്റെ അടയാളം? എന്തിനും ഒരു തുള്ളിച്ചാട്ടം. അത് തിന്മക്കായാലും നന്മക്കായാലും ആവേശം, വാടാ പിടിക്കട എടുക്കട മറിക്കട എന്ന് തോന്നുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്തെ പറ്റി അള്ളാഹു ചോദിക്കും, നീ ആ സമയത്ത് എന്താണ് ചെയ്തത്? ഹായ് ഹായ് സുബ്ഹാനല്ലാഹ്. ആ സമയത്തായിരിക്കും മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ഒക്കെ വരവ്. മുസ്അബ് ഇബ്നു ഉമൈർ നല്ല 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 ചൊങ്കനായ ചെറുപ്പക്കാരൻ. ചൊങ്കൻ മീൻസ് ബ്യൂട്ടിഫുൾ. കുറച്ചും കൂടി കൂട്ടി പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഹാൻസം. കുറച്ചും കൂടി പറഞ്ഞാൽ ഗ്ലാമർ അല്ല, അതിനെ കാട്ടി പറഞ്ഞാൽ പറവക്കീലെ ഇംഗ്ലീഷ് അറിയാത്തുള്ളത് ചോദിക്കുന്നത്. തൊട്ടിയ ചോര തെറിക്കുന്ന സുന്ദരൻ മുസ്അബ് ഇബ്നു ഉമൈർ. ഉമ്മ മക്കത്തെ ഏറ്റവും വലിയ പൈസക്കാരി. മുസ്അബ് ഉപയോഗിക്കുന്ന അത്തറുണ്ടല്ലോ, മക്കയിലെ പെമ്പിള്ളര് വീട്ടിന്റെ മുകളിൽ കയറിയിട്ട് നോക്കും, ആ മണടിക്കുമ്പോ അത് മുസ്അബ് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട്. രാവിലെ ഇട്ട തുണി ഉച്ചക്കിടൂല, ഉച്ചക്കിട്ട വൈകുന്നേരം ഇടൂല. അമ്മാതിരി പണക്കാരൻ. 19ാമത്തെ വയസ്സിൽ, എത്ര? 19ാമത്തെ വയസ്സിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് അയക്കുക. എന്തിനാണെന്നറിയോ? റസൂലുള്ള അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് മദീനത്തെ പാകപ്പെടുത്താൻ, ദീൻ പ്രസംഗിക്കാൻ. 19ാമത്തെ വയസ്സിൽ ആരുടെ പകരക്കാരനാച്ചാ പോകുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ യുവാവ്.
അതാവണം യുവത്വം. 22-ാമത്തെ വയസ്സിൽ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. 22-ാമത്തെ വയസ്സിൽ ഷഹീദായി യുവാവ്. വഅൻ ശബാബിഹി ഫീമ അബ്ല. നീ എന്താക്കി നിന്റെ യുവത്ത്? നീ എവിടെ കൊണ്ടിട്ടാ തുരച്ചു കളഞ്ഞ്? അള്ളാഹുവിനെ പറ്റി പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമായി അള്ളാഹു നിനക്ക് തന്ന ഏറ്റവും നല്ല മൈൻഡ്, ഫ്രഷ് ഉള്ള മൈൻഡിന് ഏറ്റവും ആരോഗ്യമുള്ള സമയമല്ലേ യുവത്വത്തിന്റെ സമയം. അത് നന്മക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം നീ തെമ്മാടിത്തരത്തിന് ഉപയോഗിച്ചു. വഅൻ ശബാബിഹി ഫീമ അബ്ല. പ്രിയപ്പെട്ട യുവാക്കളെ, ചെറുപ്പക്കാരെ, അനിയന്മാരെ, ചാൻസ് നമ്മുടെ പള്ളിയിലുണ്ട് ചില ചെറുപ്പക്കാർ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരാ ബന്ധം വിട്ടുപോവാതെ അള്ളാഹു കാക്കട്ടെ. കാരണം ഈ പ്രായത്തിൽ അവരെ പള്ളിക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു കിട്ടലാണ്. അവർക്ക് അവരുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ്. കാരണം ഇത് പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ കോടികൾ കൊടുത്താലും സാധിക്കില്ല. കാരണം ഈ യുവത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ജീവിതത്തിന്റെ ഒരു മേഖലയാണ്. വഅൻ ശബാബിഹി. യുവത്വത്തെ പറ്റി ചോദിക്കും. ബഹുമാനപ്പെട്ട സുബൈർ ബിനുൽ അവ്വാം ആരെ ബാപ്പയാ? മൂപ്പരെ മോന്റെ പേരെന്താ? കല്ലെറിഞ്ഞു നോക്ക്, ചിലപ്പോ കിട്ടും. ആരാ? അബ്ദുല്ലാഹിബിൻ സുബൈർ. സിംഹക്കുട്ടി എന്നാ വിളിക്കുക, സിംഹക്കുട്ടി. ഉമ്മാന്റെ പേര് അസ്മാ ബിൻത് അബീ ബക്കർ. ഐഷ ബീബിന്റെ ഇത്തത്ത അസ്മാന്റെ മോനാണ് അബ്ദുള്ള, സുബൈറിന്റെ മകൻ. ഈ മോൻ പറയാണ്, ഞാൻ ചെറുപ്പത്തിൽ കുഞ്ഞിയായിരിക്കുമ്പോൾ എൻ്റെ ഉപ്പ എന്നെ കളിപ്പിക്കും. ആനക്കളി, തോളുമ്പ കയറ്റിയല്, പിടിക്കല്. എൻ്റെ ഉപ്പാന്റെ മുതുകത്ത് കുറെ ദ്വാരങ്ങളുണ്ട്. ഞാൻ എൻ്റെ കൈ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിയിട്ട് കളിക്കും. അത് അവ്വാമിന്റെ സുബൈറിന്റെ മുതുകത്താ കുഴി വന്നെങ്ങനെയെന്നറിയോ? അള്ളാന്റെ മാർഗത്തിൽ ജിഹാദില് കുന്തം കൊണ്ടുള്ള കുത്ത് കിട്ടിയിട്ട് ഞാൻ ആ ദ്വാരത്തിൽ എൻ്റെ കൈയിട്ട് കളിക്കാറുണ്ട്. ഈ അബ്ദുല്ലാഹിബിൻ സുബൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം കുടിച്ച ആളാണ്. ഹിജാമ ചെയ്തിട്ട് കളയാൻ വേണ്ടി കൊടുത്തല്ലോ, മുപ്പത് ഹൈമന്റെ ബാക്കിൽ പോയിട്ട് കുടിച്ചു. റസൂലുള്ളാഹി തങ്ങളൊന്നും പറഞ്ഞില്ല. രക്തം നിരസല്ലേ, പക്ഷെ അള്ളാന്റെ റസൂലിൻ്റെതാണ്, മുത്തുക്കോയ തങ്ങളതല്ല. വ്യത്യാസം മനസ്സിലാക്കണേ. സഹാബാക്കൾ പറയാൻ അതിന് ശേഷമാണ് അബ്ദുള്ള സിംഹക്കുട്ടിയായത്. യുദ്ധക്കളത്തിലൊക്കെ അബ്ദുള്ള പൊട്ടിപാറ്റുന്ന യോദ്ധാവാണ്. ഈ രക്തം ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം അസ്മാ റളിയല്ലാഹു അൻഹ ഉമ്മ അബ്ദുള്ളയോട് യുദ്ധത്തിന് അയച്ചപ്പോൾ പറഞ്ഞു, മോനെ തിരിച്ചു വരണമെന്ന് എൻ്റെ ഉമ്മാക്കൊരാഗ്രഹമില്ല. മോനോടാ പറയുന്നു, എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ ഷഹീദിന്റെ ഉമ്മ എവിടെ എന്നെ പറ്റി ചോദിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. യുദ്ധം കഴിഞ്ഞു. ഖുറൈശികൾ എന്താ ചെയ്തെന്നറിയോ? കൈയും കാലും വെട്ടി, മൂക്ക് ചെത്തി, കണ്ണ് കുഴിച്ചെടുത്തു, എന്നിട്ടൊരു മരത്തിന്റെ ചില്ലയിൽ തൂക്കിയിട്ടു. നമ്മൾ എന്ത് അറിഞ്ഞുന്ന, എന്ത് ചെയ്തു എന്നാ ഇസ്ലാമിന് വേണ്ടി? ഒന്ന് ഇത്തിരി ചെയ്യുമ്പോ നമ്മൾക്ക് ലെവല് മാറി. മരത്തിന്റെ കൊമ്പും തൂക്കിയിട്ടു അബ്ദുല്ലാഹിബ്നു സുബൈറിന്റെ ശരീരം. യുദ്ധം കഴിഞ്ഞപ്പോ ഉമ്മ അസ്മ വന്നു. മോന്റെ കാല് കണ്ടപ്പം മോനെ മനസ്സിലായി. മുഖം കണ്ണെടുത്തതാണെങ്കിലും ചുണ്ട് കണ്ടപ്പം മോനെ മനസ്സിലായി. ഉമ്മ ചോദിക്കാണ്, അബ്ദുള്ള, ഇനിയും പോവാറായില്ലേ? ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാണോ? നാളെ റബ്ബിന്റെ കോടതിയിൽ ഷഹീദിന്റെ ഉമ്മയായിട്ട് ഞാനും വരും. നീ അങ്ങോട്ട് പോയിക്കോളൂ, ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് കാണാം. ഏതാണ് ആ ഉമ്മ? ഏതാണ് ആ മോൻ? ഇന്ന് യുവാക്കള്, ഇന്നത്തെ യുവത്വം തിരിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, അനിയന്മാരെ, ദീനിന്റെ ആൾക്കാരാവണം. യുവത്വം കഴിഞ്ഞാൽ കഴിയില്ല. നിരിക്കാനും നിവർന്നു നിൽക്കാനും നിസ്കരിക്കാനും സുജൂദ് ചെയ്യാനും പ്രയാസപ്പെടുന്ന ആൾക്കാരെ കാണുന്നില്ലേ? അത് കഴിഞ്ഞാൽ പോയി. ആഗ്രഹം വരും, കാരണം വയസ്സ് തീർന്നു, രസം തീർന്നു, പ്രസരിപ്പ് കഴിഞ്ഞു. എനിക്ക് കൊതി വരും. കൊതിച്ചിട്ട് കാര്യമില്ല. മനസ്സാഗ്രഹിക്കുന്നിടത്ത് ശരീരം ഇനി എത്തൂല. എന്നാൽ അറിവില്ലായ്മ കൊണ്ട്, ഹിദായത്ത് അന്ന് കിട്ടാത്തത് കൊണ്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പരിശ്രമിച്ചോളി. യുവത്വത്തിൽ നഷ്ടപ്പെട്ടത് ഈ സമയത്ത് നേടിയെടുക്കാൻ. വഅൻ ശബാബിഹി ഫീമാ അബ്ല. അള്ളാഹു ചോദിക്കും, എന്താ പറയുക?
ഇത് പ്രസംഗിച്ചിട്ട് പോകാനില്ലല്ലോ. എന്നോടും ചോദിക്കും, നിങ്ങളോടും ചോദിക്കും, യുവത്തെന്താക്കി, എന്തു പറയും, എന്താക്കി? കള പറയാൻ കഴിയോ? അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, വായക്ക് സീല് വെച്ച് ഈ കളവ് നടക്കൂല. വതുകല്ലിമുനാ ഐദീഹിം, ഇന്ന് കൈ നോക്കുമ്പോൾ നമ്മൾ ചുണ്ടും നാവൊന്നും കാണൂല. പക്ഷെ റബ്ബ് പറഞ്ഞതാണ്, എൻ്റെ കൈ എന്നോട് വർത്താനം പറയും. വതശ്ഹദു അർജുലുഹും, കാല് സാക്ഷി പറയും. കൈ പറയുമ്പോൾ കാല് പറയും, ശരിയാണ് ശരിയാണ് ശരിയാണ്. നമുക്ക് ദേഷ്യം വരും. ഹിസാബിന് ശേഷം നമ്മൾ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, നിന്നെ സുഖിപ്പിക്കാനല്ലേ ഇതൊക്കെ ചെയ്തത്? കീഴെത്തുമ്പോ നമുക്ക് എതിരെ പറയാ, അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈ, പക്ഷിനെയും ഉറുമ്പിനെയും ചെലന്തിനെയും സംസാരിപ്പിച്ച റബ്ബ് ജസാക്കല്ലാഹു ഖൈർ നമ്മളെയും സംസാരിപ്പിച്ചു. പത്താൻ പറയാണ്ട് വേറെ വഴിയില്ല. എന്ത് ചെയ്യും? മൂന്നാമത്തെ ചോദ്യം എന്താ അറിയോ? വഅൻ മാലിഹി, സമ്പത്ത്. സമ്പത്തിനെ പറ്റി രണ്ട് ചോദ്യമാണ്. മിൻ ഐന ഇക്തസബ വഫീമ അൻഫഖ, എവിടെന്നാ ഉണ്ടാക്കിയത്, എവിടെയാ കൊടുത്തത്? വെറുതെ വിടൂല, വെറുതെ വിടൂല, കൃത്യമായിട്ട് ചോദിക്കും. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, റസൂലുള്ളാഹിന്റെ ദുആ, അല്ലാഹുവേ മിസ്കീനായി ജീവിപ്പിക്കണേ. അമിത്നി മിസ്കീന, മിസ്കീനായി മരിപ്പിക്കണേ. വബഅസ്നി ഫീ സുംറത്തിൽ മസാക്കീൻ, മിസ്കിമാരുടെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ എന്നെ നീ കൊണ്ടുവരണമേ. അതുകൊണ്ട് പൈസക്കാരൻ മോശക്കാരെന്നാ അല്ല, രണ്ട് ഭാഗ്യം കിട്ടിയവരാണ്. അള്ളാനെ പേടിയുള്ള പൈസക്കാരനാണെങ്കിൽ രണ്ട് ഭാഗ്യം കിട്ടിയവരാണ്. കുറെ ഫക്കീറമാർ റസൂലുള്ളാഹിനെ കാണാൻ വന്നു. യാ റസൂലല്ലാഹ്, വഹബ അഹ്ലു ദുസൂറി ബിൽ ഉജൂർ, പൈസക്കാരുള്ള കൂലിമത്തം കൊണ്ടുപോയി. കാരണം പിരിവുണ്ടാവും, പൈസക്കാർക്ക് ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട്. ഉമറും ഉസ്മാനും അബൂബക്കറും അതേപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫും റളിയല്ലാഹു അൻഹും അജ്മഈൻ വാരിക്കോരിയല്ലേ കൊടുക്കുന്നു, വാരിക്കോരി കൊടുക്കാണ്. പാവങ്ങൾക്ക് ടെൻഷനായി, അവർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. വന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളോട്, പൈസക്കാരെല്ലാം കൂലിയും കൊണ്ടുപോയി, നമ്മളെന്താ ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ദിക്ർ പഠിപ്പിച്ചെടുത്തു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചൊല്ലിയാ മതി. ഇത് പൈസക്കാരും കേട്ടു, അവരും ചൊല്ലാൻ തുടങ്ങി. അപ്പൊ പിന്നെയും വന്നു, യാ റസൂലല്ലാഹ്, ഇത് അവരും പഠിച്ച് അവരും ചൊല്ലലായി. ഇപ്പം പിന്നെ നമ്മളെന്താ? റസൂലുള്ളാഹി പറഞ്ഞെന്താ അറിയോ? ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ, അത് അള്ളാഹിന്റെ ഔദാര്യമാണ്. ചില ആൾക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് അള്ളാഹു കൊടുക്കും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹിനെ പേടിയുള്ള പൈസക്കാർ ഭാഗ്യവാന്മാരാണ്. ഉമർ ഫാറൂഖിന്റെ കാലത്ത് ദാരിദ്ര്യം ഉണ്ടായി. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി. വറ്റി വരണ്ട് മരുഭൂമിയിലെ ചുടുകാറ്റടിച്ചിട്ട് ശരീരം പൊട്ടിയിട്ട് മരിക്കാണ് മനുഷ്യന്മാര്. പെട്ടെന്ന് പുറത്തൊരു ബഹളം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം സിറിയയിൽ നിന്നും തിരിച്ചെത്തിയത് ആ സമയത്ത്. 700 ഒട്ടകക്കൂട്ടമുണ്ട്. മുന്തിരി, ഉണക്കമുന്തിരി, പാൽക്കട്ടി, ഗോതമ്പ് ഇതൊക്കെ ആയിട്ടാ വരുന്നത് സിറിയയിൽ നിന്ന്. കച്ചവടക്കാരെല്ലാം കൂടി ഉസ്മാൻ അഫ്ഫാനെ വളഞ്ഞു. കാരണം സീസണാണ്, പട്ടിണിയിലാണ്. മനുഷ്യന്മാരെ എന്ത് പൈസ കൊടുത്തിട്ടും വാങ്ങാൻ തയ്യാറാണ്. ഉസ്മാൻ, ഒന്നിന് 2 ദീനാറ് വെച്ചിട്ട് തരാം, 1 ദിർഹമിന്റെ സാധനം 2 ദിർഹം വെച്ചിട്ട് തരാം, നമുക്ക് വിൽക്കുന്നോ? ഉസ്മാൻ പറഞ്ഞു, ഇല്ല, അതിനേക്കാളും അധികം തരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ കച്ചവടക്കാർ പറഞ്ഞു, ഒന്നിന് 10 വെച്ച് തരാം, 1 ദിർഹമിൻ്റെത് 10 ദിർഹമിന് വാങ്ങാം, വിൽക്കാൻ തയ്യാറുണ്ടോ? ഉസ്മാൻ പറഞ്ഞു, അതിനേക്കാളും തരാനുള്ള ആളുണ്ട്. അപ്പോൾ കച്ചവടക്കാർ ചോദിച്ചു, മദീനത്ത് നമ്മളല്ലാതെ വേറെ ആരാളുണ്ട് നിങ്ങളെത്തുന്ന സാധനം വാങ്ങാൻ? ഉസ്മാൻ പറഞ്ഞു, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന, ഇരട്ടിക്കിരട്ടി തരുന്നു എന്ന് അള്ളാഹു ചോദിച്ചിട്ടുണ്ട്. ഞാൻ അള്ളാഹു കൊടുക്കാൻ തീരുമാനിച്ചു. 700 ഒട്ടകത്തിന്റെ കാഫില മുഴുവൻ ബൈത്തുൽ മാലിലേക്ക് ഒറ്റടിക്ക്. പൈസക്കാരൻ അനുഗ്രഹീതനാണ്. അള്ളാഹു പൈസ തന്നിട്ടുണ്ടെങ്കിൽ നിഅമത്താണ്. പക്ഷേ എവിടെന്നാ ഉണ്ടാക്കിയത്? കൃത്യമായ അറിവ് വേണം. പ്രിയപ്പെട്ട മണിക്കേരിക്കാരെ, 5 പൈസന്റെ ഹറാമ് സമ്പാദിക്കണ്ട, മക്കൾ നശിച്ചു പോകും. 5 പൈസന്റെ ഹറാമ് തീറ്റിക്കണ്ട, മക്കള് കുരുത്തം കെട്ടവരാവും, തെമ്മാടികളാവും. വാർദ്ധക്യ സമയത്ത് ചോര കൊണ്ട് കരയേണ്ടി വരും ആ മക്കളെ കൊണ്ട്. എഴുതി ഒപ്പിട്ടി വെച്ചോ ഡയറിയിൽ. ഹറാമ് തീറ്റിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി
തൗബ ചെയ്ത് മടങ്ങിക്കോളിൻ. ഇല്ലേ വല്ലാഹി കരയേണ്ടി വരും. 100 കണക്കിന് അനുഭവങ്ങൾ സാക്ഷി. ഹറാം അതൊക്കെ ഇഷ്ടമല്ല. പലിശയെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ പലിശ ഒഴിവാക്കിക്കോളിൻ. ഒഴിവാക്കുന്നില്ലെങ്കിൽ എന്നോട് യുദ്ധത്തിന് തയ്യാറായിക്കോളിൻ. ഹദീസിന്റെ തഫ്സീർ, ആയത്തിന്റെ തഫ്സീർ കാണാം. നാളെ മഹ്ശറിൽ ഇവൻ വരും, പലിശക്കാരൻ വരും. അല്ലാഹു പറയും ഖുദ് സിലാഹക്, ഖുദ് സിലാഹക്, ആയുധം എടുത്തിട്ട് വാ, നമുക്ക് യുദ്ധം ചെയ്യാം. എന്ത് ചെയ്യും? ആരോട് യുദ്ധം ചെയ്യും? അള്ളാഹുവിന്റെ ഖുർആന്റെ വെല്ലുവിളിയാണ്. എന്നോട് യുദ്ധത്തിന് തയ്യാറുണ്ടെങ്കിൽ പലിശയുമായിട്ട് പോയിക്കോളിൻ. ഇല്ലേ ലാ തഅകുലു റിബ, പലിശ തിന്നണ്ട, ഒരിക്കലും രക്ഷപ്പെടൂല, പരമ്പരകൾ നശിക്കും. അള്ളാഹു കാക്കട്ടെ. വഫീമ അൻഫഖ, എവിടെയാ ചെലവാക്കിയത്? ഹറാമിലാണെങ്കിൽ അതിനും വേണം മറുപടി. 4ാമത്തെ ചോദ്യം എന്താ അറിയോ? വമാദാ അമില ബിമാ അലിം, അറിവനുസരിച്ച് എന്ത് അമൽ ചെയ്തു? അള്ളാഹു തൗഫീഖ് തരട്ടെ. കുറെ പഠിച്ചു, കുറെ കേട്ടു, കുറെ പറഞ്ഞു, അമലിൽ എന്തുണ്ട്? ഇതിന് ഉത്തരം കിട്ടാണ്ട് കാലനക്കാൻ കഴിയില്ല റബ്ബിന്റെ കോടതിയിൽ. ലാ യസൂലു ഖദമ ബിനി ആദം, നിന്ന നിപ്പുന്ന് അനങ്ങാൻ കഴിയില്ല. മറുപടി. ഇതെന്തിനാ ഈ ചോദ്യം പറഞ്ഞതെന്ന് അറിയോ? അപ്പോഴത്തേക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ. അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യാൻ. തൗബ ചെയ്യുന്ന അടിമയാണ് അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല അടിമ. തൗബ ചെയ്യുന്ന അടിമയാണ് ഏറ്റവും നല്ല അടിമ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് ഹിസാബിന്റെ മറ്റു വശങ്ങൾ അടുത്ത ആഴ്ച പറയാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.